നടക്കാൻ പോകുന്ന ക്ലാസ് കണിക്കൊന്നയാണ്. കണിക്കൊന്ന പരിശീലനം നൽകാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മലയാളം മിഷൻ്റെ റിസോഴ്സ് പേഴ്സൺ അധ്യാപിക റീജ സജിത്താണ്. ടീച്ചർ കല്ലുവാതിക്കൽ LPSCയിലെ അധ്യാപികയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിലും മലയാളം മിഷൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിലും സാക്ഷരതാ മിഷൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിലുമൊക്കെ ടീച്ചർ പ്രവർത്തിച്ച പരിചയമുണ്ട്. ടീച്ചറാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കണിക്കൊന്ന കോഴ്സിനാണ് ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ടീച്ചറെ കണിക്കൊന്ന കോഴ്സിൻ്റെ പരിശീലനത്തിനായിട്ട് ക്ഷണിക്കുന്നു. നമ്മൾ ഒരു പരിശീലനം എന്നതിലുപരി നമ്മുടെ മക്കളുടെ മുൻപിൽ എങ്ങനെ നിൽക്കണം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും, എനിക്കറിയാം, എന്നേക്കാൾ കൂടുതൽ ഭാഷ ഉപയോഗിക്കാനും ഭാഷയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചവരുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അതായത് കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്. അപ്പോൾ ഈ കണിക്കൊന്ന എന്ന പുസ്തകം കൊച്ചു കുട്ടികളുടെ പുസ്തകമാണ് അല്ലേ? അപ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മക്കൾക്ക് കൊടുക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് കുറച്ച് നേരം നിങ്ങളുമായിട്ട് ഞാൻ പഠിപ്പിക്കുക അല്ല, നമ്മൾ ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എങ്ങനെ കുട്ടികളിലേക്ക് ഈ പാഠപുസ്തകം നമുക്ക് എത്തിക്കണം. നിങ്ങളിൽ കുറച്ച് പേര് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഈ മേഖലയിലുള്ളവരായിരിക്കും. അവർക്ക് കുറേയേറെ അനുഭവങ്ങളുണ്ടാവും അല്ലേ? നമ്മൾ ഏത് ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചാലും, ഭാഷയെക്കുറിച്ചായാലും മറ്റേത് വിഷയത്തിലായാലും, നമ്മുടെ അനുഭവം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗുരു അല്ലേ? നിങ്ങൾ ഓരോരുത്തർക്കും ഇത്രയും ദിവസത്തെ ക്ലാസ്സുകളിലൂടെ തന്നെ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ആ അനുഭവങ്ങളുടെ ഒരു പങ്കുവയ്ക്കലും ഒരു ഓർമ്മപ്പെടുത്തലും ഒക്കെ നമുക്ക് ഈ സമയം നടത്തണം. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പം നമുക്ക് കുറച്ച് നേരം കൊച്ചുകുട്ടികളായിട്ട് നമ്മുടെ മനസ്സിലും ബാക്കി ടെൻഷൻസ് എല്ലാം മാറ്റി വെച്ച് നമ്മളൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ അങ്ങ് മാറ്റി ഫ്രീ ആയിട്ടിരിക്കാം. ഓക്കെ അല്ലേ? അപ്പം നമുക്കൊരു കുഞ്ഞൊരു പാട്ട് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉള്ള സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കുഞ്ഞു പാട്ടുകളാണ്. ഏതോ 4 വരിയോ 3 വരിയോ ഉള്ള പാട്ടൊക്കെ പാടി അവരെ പിടിച്ചിരുത്താൻ പറ്റൂ. നമ്മൾ ഈ വലിയ ശില്പശാലകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് LP സ്കൂളിലൊക്കെ നമ്മളെ വിളിക്കും. സത്യത്തിൽ പോസ്റ്ററിൽ വലിയ ശില്പശാല എന്നൊക്കെ എഴുതി വെച്ചിരിക്കും. നമ്മൾ അവിടെ ചെന്ന് അവരുടെ മുൻപിൽ ശില്പശാലയൊന്നും നടത്താനുള്ള യാതൊരുവിധ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ ഇരിക്കുന്നിടത്തുനിന്ന് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അല്ലേ, നമുക്കറിയത്തില്ലേ, ക്ലാസ്സിൽ ആ ഒരു കാര്യത്തിൽ തന്നെ അവർ 10-15 മിനിറ്റ് ഉറച്ചിരിക്കാൻ അവർക്ക് പറ്റില്ല. കുഞ്ഞു മക്കളുടെ സ്വഭാവം അതാണ്. അപ്പം നമ്മൾ സത്യത്തിൽ ഒരു നീലക്കുറിഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളോ ആമ്പൽ പഠിപ്പിക്കുന്നതിനേക്കാളോ സ്ട്രെയിൻ എടുക്കണം കണിക്കൊന്ന പഠിപ്പിക്കാൻ. ശരിയല്ലേ? അപ്പോൾ ഒരു കുഞ്ഞൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പാടാം. ഒത്തുപിടിക്കണം, നമ്മൾ ഒന്നായി നിൽക്കണം, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടുപഠിക്കണം, നമ്മൾ കണ്ടുപഠിക്കണം. ഒത്തുപഠിക്കണം, നമ്മൾ ഒന്നായി നിൽക്കണം, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടുപഠിക്കണം, നമ്മൾ കണ്ടുപഠിക്കണം. കൊച്ചു കുട്ടികൾക്ക് പറ്റിയൊരു പാട്ടാണ്. നോക്കൂ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഗഹനമായൊരു അർത്ഥമുണ്ട്. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടുപഠിക്കണം. നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് അനുഭവങ്ങൾ പകർന്നു തരുന്നത്. ഒരു കുട്ടിക്ക് നമ്മളൊരു പഠന പ്രവർത്തനം കൊടുത്തു. ആ കുട്ടി അതിൽ സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആ കുട്ടിയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അവൻ്റെ ചലനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയണം. അവിടെയാണ് ഒരു അധ്യാപിക വിജയിക്കുന്നത് അല്ലേ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയായിരിക്കും, നമുക്ക് ഭാഷയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. പക്ഷേ അത് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ ഭാഷ പഠിപ്പിക്കുന്നവരാണ്. ഭാഷ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാഷയ്ക്ക് ജീവനുണ്ട് അല്ലേ? ആ ജീവൻ നമ്മൾ പകർന്നു കൊടുക്കണം. ഭാഷ എന്ന് പറയുന്നത് കേവലം നമുക്ക് ഗണിതം പഠിക്കുന്ന പോലെ, ഗണിതവും ശാസ്ത്രവും ഒക്കെ നല്ല വിഷയങ്ങളാണ്, പക്ഷേ അത് പഠിക്കുന്നത് പോലെ നമുക്ക് എഴുതി സമർത്ഥിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഭാഷ അല്ലേ?
നമുക്കിപ്പോൾ സയൻസിലാണെങ്കിൽ ഒരു പരീക്ഷണം കാണിച്ചു കൊടുക്കാം, കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് ഈ ഇന്ന സാധനങ്ങൾ ചേർത്തപ്പോൾ ഇന്നതുണ്ടായി എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരിക്കലും ഭാഷയിൽ നമുക്ക് ഒരു കഥ എഴുതാൻ കൊടുത്തിട്ട് കുട്ടികളോട് ഇന്ന കാര്യങ്ങളെല്ലാം ചേർത്താൽ കഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ അവരോരോരുത്തരും എഴുതുന്ന കഥ വ്യത്യസ്തങ്ങളായിരിക്കും. ഇതാണ് ഭാഷയുടെ പ്രത്യേകത, അല്ലേ? സയൻസിൽ ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, ശാസ്ത്രത്തിലൊരു പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഉത്തരം എല്ലാവർക്കും ഒന്നായിരിക്കും. പക്ഷെ ഭാഷ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഭാഷാ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ എൻ്റെ അനുഭവത്തിൽ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെക്കാൾ വളരെ സഹൃദയരായിരിക്കും, നല്ല സോഫ്റ്റായിട്ടുള്ള മനസ്സുള്ളവരായിരിക്കും, അല്ലേ? കർശനക്കാരായിരിക്കില്ല. വീട്ടിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ ഭാഷാ അധ്യാപകരോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഒരിക്കലും ഈ ഒരു കണക്ക് അധ്യാപകനെ പോലെ ഉത്തരം തെറ്റിപ്പോയി എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അവരോരോരുത്തരും എഴുതിയതിൽ എന്തെങ്കിലുമൊക്കെ ശരികളുണ്ടാവും, അല്ലേ? ഒരു ശാസ്ത്ര അധ്യാപകനെ പോലെ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഓരോരുത്തരിലെയും ശരി കണ്ടെത്തുകയും അവരെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരാണ് ഭാഷാധ്യാപകർ. അങ്ങനെയല്ലേ? അല്ലേ? നിങ്ങൾ യോജിക്കുന്നു അതിനോട്? ഒരു കുഞ്ഞുദാഹരണം പറയാം. പച്ചില ചേലയെടുത്തൊരു മുത്തശ്ശി, പച്ചില ചേലയെടുത്തൊരു മുത്തശ്ശി, മാമ്പഴ കമ്മല് ചാർത്തിയൊരു മുത്തശ്ശി. പേര് ശ്രദ്ധിച്ചല്ലോ? ആരെക്കുറിച്ചാണ് പറയുന്നത്? മാവിനെ കുറിച്ചാണ്. ഭാഷാപരമായ കാര്യത്തിൽ നോക്കിയാൽ മാവുമായിട്ട് ബന്ധമുള്ള മാമ്പഴം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, അല്ലേ? പച്ചില എന്നും പറഞ്ഞു. പക്ഷെ ഇത് രണ്ടും പറഞ്ഞതൊരു മാവിനെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലായി. മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലായല്ലോ. വേറെന്താ മനസ്സിലായത്? പച്ചില ചേലയുടുത്തൊരു മുത്തശ്ശി, മാമ്പഴ കമ്മല് ചാർത്തിയൊരു മുത്തശ്ശി. എന്ത് മനസ്സിലായി? മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മാവിൻ്റെ പഴക്കം, ഇല്ലേ? ഇത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇത്ര വർഷം പഴക്കമുള്ള മാവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ഇത് കേട്ട ഒരു കുട്ടിക്ക് ഈ മാവ് പഴക്കമുള്ള മാവാണെന്നും മുത്തശ്ശിയെ പോലെ സ്നേഹവും ഒക്കെ ആ മാവിനോട് തോന്നി. ഇതാണ് ഭാഷയുടെ സൗന്ദര്യം, അല്ലേ? ഒരു കവിത പറയാം. കുഞ്ഞാറ്റ കിളിക്കുണ്ടൊരു കുഞ്ഞിക്കൂട്, കുഞ്ഞാറ്റ കിളിക്കുണ്ടൊരു കുഞ്ഞിക്കൂട്, നല്ലോല ചേർത്തൊരു കുഞ്ഞിക്കൂട്, തെങ്ങോല കൊണ്ടുള്ള കുഞ്ഞിക്കൂട്, തെയ്താരം താരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട്, തെയ്താരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, 2 ചോദ്യം ചോദിക്കുക. ആർക്കാണ് കൂടുള്ളത്? ഓക്കെ, പറഞ്ഞു. കുഞ്ഞാറ്റ കിളിക്ക്. ഓക്കെ, എങ്ങനെയുള്ള കൂടായിരുന്നു അത്? പച്ചോലകൾ ചേർത്ത, നല്ല ഓല ചേർത്തുള്ള കൂടായിരുന്നു. ആ കൂട് എന്ത് ചെയ്യുകയായിരുന്നു? ആടുകയായിരുന്നു എന്ന് അതിൽ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? തെയ്താരം കാറ്റത്തങ്ങനെ കുഞ്ഞിക്കൂട്, ഇത്രേ പറഞ്ഞുള്ളൂ. കുഞ്ഞിക്കൂട് ആടുന്നു എന്ന് പറഞ്ഞില്ല, ഇല്ല. അപ്പം നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായി? തെയ്താരം എന്ന വാക്കിന് ആടുക എന്നർത്ഥമുണ്ടോ? ഇല്ല. കാറ്റത്തങ്ങനെ എന്ന് പറഞ്ഞാലും കാറ്റത്താടുന്നു എന്ന് അർത്ഥം വരേണ്ടതില്ല. പിന്നെ പക്ഷെ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുഞ്ഞിക്കൂട് ആടുന്ന ചിത്രമുണ്ടായി. തെയ്താരം എന്നുള്ളതിനൊരു താളമുണ്ട്. ആ തെയ്താരം എന്നുള്ളത് കാറ്റത്താടുകയാണ്. കാറ്റും കൂടി ചേർത്ത് വായിച്ചപ്പോൾ ഒരമ്മ കുഞ്ഞിനെ തൊട്ടിലാട്ടുന്ന പോലെ കൂട് ഇങ്ങനെ ആടുന്ന ഒരു പ്രതീതി നമ്മുടെ മനസ്സിലുണ്ടായി. ഇതാണ് ഭാഷ നമ്മളിൽ ഉണ്ടാക്കുന്ന അനുഭൂതി, അല്ലേ? ഭാഷ എന്ന് പറയുന്നത് ഒരു അനുഭൂതിയായി കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകണം. എങ്കിലേ അവർക്ക് തുടർന്നുള്ള ഭാഷാ പഠനത്തിന് അവർക്ക് ഇഷ്ടം തോന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു അനുഭൂതി ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ഭാഷയെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്, അല്ലേ? അപ്പോൾ കുട്ടികളിലെ ആ അനുഭൂതി ഉണ്ടാകണം. നമ്മുടെ ഒരു പണ്ടത്തെ ഒരു പഴയ സിനിമാ പാട്ടുണ്ട്, നദിയ മേധുവിൻ്റെ ഒരു സിനിമ. നദിയ മേധു ഒരു മുത്തശ്ശി നദിയ മേധുവിനെ കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ. ആ പാട്ട് ആർക്ക് പാടാം? 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ.
ഒരു കണക്ക് മാഷ് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ ഒരു സയൻസ് മാഷ് ചിലപ്പോൾ പറയും, എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്, ആർക്കെങ്കിലും 1000 കണ്ണുണ്ടോ? 1000 കണ്ണുമായിട്ട് കാത്തിരിക്കണമെങ്കിൽ ഏകദേശം 500 പേര് കാത്തിരിക്കണ്ടേ, അല്ലേ? 500 പേര് കാത്തിരുന്നാലല്ലേ 1000 കണ്ണു വരുള്ളൂ. അപ്പോൾ 1000 കണ്ണുമായി കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഭാഷാ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഭയങ്കരമായ ആർദ്രത വന്നു. എന്തുകൊണ്ടാണ്? ഇത്രയും തീവ്രമായിട്ടാണ് ആ കാത്തിരിപ്പ്. അങ്ങനെയല്ലേ? അല്ലേ? ആ കാത്തിരിപ്പിൻ്റെ തീവ്രതയാണ് 1000 കണ്ണുമായി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഭാഷ എന്താണ് ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ വെച്ച് പഠിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. മനസ്സിലാകുന്നില്ലേ? ഭാഷയുടെ ഒരു പൂർണ്ണത അത് നമ്മൾ അവരോട് ഇഷ്ടത്തോടെ, അത് നമ്മുടെ ആ സ്നേഹത്തോടെ പ്രകടിപ്പിച്ചെങ്കിൽ മാത്രമേ കുട്ടിക്ക് ആ സ്നേഹത്തിലേക്ക് എത്താൻ കഴിയും. നമ്മുടെ കണിക്കൊന്നയുടെ ഇതിലൊക്കെ ഉള്ള സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് വ്യവഹാര രൂപങ്ങൾ, അല്ലേ? എന്താണ് വ്യവഹാര രൂപങ്ങളെന്ന് പറയാമോ? നിങ്ങൾക്കറിയാവുന്നത്, അല്ലെ? നിങ്ങൾക്ക് കുറേ ആയി പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് വ്യവഹാര രൂപങ്ങൾ? ആർക്കെങ്കിലും പറയാമോ? ശേഷികളാണ്. ഇപ്പോൾ കഥ എഴുതാനോ കവിത എഴുതാനോ. ടീച്ചർ പറഞ്ഞത് ഭാഷയിൽ നിന്നുണ്ടാകാവുന്ന ശേഷികളാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്, ഭാഷ കൊണ്ടുണ്ടാകുന്ന ശേഷികളാണ്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അനുഭവത്തിൽ നിന്നുള്ള ശേഷികൾ, വ്യവഹാര രൂപങ്ങൾ. അടുത്ത നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? ഭാഷ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞതും ശരിയാണ്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് വ്യവഹാര രൂപങ്ങൾ. വ്യവഹാര രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഒരു വസ്ത്രം വേണം. വസ്ത്രം ഇടാതെ പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ, കളിയാക്കും ആൾക്കാർ. അപ്പോൾ വസ്ത്രം അതാ ആ ഭാഷയ്ക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും. ആ രൂപമാണ് ഭാഷയുടെ ആശയവിനിമയത്തിനുള്ള വ്യത്യസ്ത രൂപങ്ങളാണ് വ്യവഹാര രൂപങ്ങൾ. അതായത് ഭാഷ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ധരിക്കുന്ന ഒരു വേഷം എന്ന് വേണം. ഏതൊക്കെ വ്യവഹാര രൂപങ്ങളുണ്ട്? ഓരോരുത്തരായിട്ട് പറയാം. കത്ത് ഒരു വ്യവഹാര രൂപമാണ്. പിന്നെ നാടകം മറ്റൊരു വ്യവഹാര രൂപമാണ്. സംഭാഷണം, നോട്ടീസ്, പോസ്റ്റർ, ഓക്കെ, നിവേദനങ്ങൾ, കുറിപ്പുകൾ, ഓർമ്മക്കുറിപ്പുകൾ, പിന്നെ പരസ്യം, ഉപന്യാസം, കഥ, കവിത, നാടകങ്ങൾ, ചിത്രം ഒരു പ്രധാനപ്പെട്ട വ്യവഹാര രൂപമാണ്, അല്ലേ? അപ്പോൾ ഭാഷയ്ക്ക് നിരവധിയായ വ്യവഹാര രൂപങ്ങളുണ്ട്. ഈ വ്യവഹാര രൂപങ്ങളെ പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എന്താ പറയാൻ പറ്റുമോ? ഭാഷയ്ക്ക് കുറേ വ്യവഹാര രൂപങ്ങളുണ്ട്. ഈ വ്യവഹാര രൂപങ്ങളെല്ലാം പഠിച്ചത് കൊണ്ട് ഭാഷയായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? ഭാഷയ്ക്ക് കുറേ അധികം ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ ഭാഷയാകണമെന്നില്ല. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒട്ടേറെ അവയവങ്ങളുണ്ട്, അല്ലേ? ഈ അവയവങ്ങളെല്ലാം പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെ ഒന്നിച്ച് ചേർക്കുന്ന പോലെയാകും അത്. അവിടെ ജീവൻ എന്ന് പറയുന്ന മറ്റൊരു ഘടകമുണ്ട്, ഒരു അദൃശ്യമായൊരു ഘടകമുണ്ട്, അല്ലേ? അദൃശ്യമായ ചില ഘടകങ്ങൾ കൂടി ചേരുമ്പോഴല്ലേ നമ്മുടെ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യമായി കാണാൻ പറ്റുന്ന ഘടകങ്ങൾക്കപ്പുറം അദൃശ്യമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതുപോലെ ആണ് ഭാഷയും. ദൃശ്യമായി കാണുന്നതിനപ്പുറം അദൃശ്യമായ ഒരു അനുഭൂതിയും സൗന്ദര്യവുമുണ്ട്. വ്യവഹാര രൂപങ്ങളിലൂടെയാണ് ഭാഷ വിനിമയം ചെയ്യപ്പെടുന്നതെങ്കിലും വ്യവഹാര രൂപങ്ങൾക്കപ്പുറം അദൃശ്യമായൊരു അനുഭൂതിയും സൗന്ദര്യവുമാണ് ഭാഷ, അല്ലേ? സമ്മതിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വ്യവഹാര രൂപങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഭാഷയോടുള്ള സ്നേഹം കൂടി വളർത്താനുള്ള ഉപാധിയായി മാറ്റണം, അല്ലേ? ഭാഷയോടുള്ള സ്നേഹം വളർത്താനുള്ള ഉപാധിയായി വ്യവഹാര രൂപങ്ങൾ മാറണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കേവലം നമുക്കിപ്പോൾ മൊത്തമായിട്ട് എല്ലാ വ്യവഹാര രൂപങ്ങളെയും എടുത്ത് പറയണ്ട. ആദ്യം നമുക്ക് ഒരു വ്യവഹാര രൂപം, ഇപ്പം ചിത്രരചന എന്ന് പറയുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചിത്രം വരയ്ക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭാഷാ ആശയങ്ങളുടെ പ്രതികരണമാണ്, അല്ലേ? ആ ഭാഷാ ആശയങ്ങളെയാണ് നമ്മൾ അവിടെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ
ചിത്രരചന എന്ന് പറയുന്നതും ചിത്രവായന എന്ന് പറയുന്നതും ഒരു ഭാഷാ വ്യവഹാര രൂപമാണ്. പ്രത്യേകിച്ച് LP ക്ലാസ്സുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യവഹാര രൂപം കൂടിയാണ് ചിത്രവായന. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചിത്രം ഇവിടെ ഒന്ന് കാണിക്കാം. ഉള്ള നോട്ട്ബുക്കിലേക്ക് ചിത്രത്തിൽ എന്തെല്ലാം എന്നൊന്ന് കുറിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോഴേ ആർക്കെങ്കിലും 1-2 പേർക്ക് പറയാമോ എന്തൊക്കെയാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടതെന്ന്? ആന, മുയൽ, കിളികൾ, പുലി, കുതിര, അണ്ണാൻ, പശുക്കുട്ടി. ഈ പറയാത്ത വേറെ എന്തെങ്കിലും നിങ്ങൾ കുറിച്ചിട്ടുണ്ടോ? മറ്റാരെങ്കിലും? ആകാശം, കാട്, പുൽമേട്. ആകാശം, മേഘം, പുൽമേട്, കാട്, ഇത്രയും പറഞ്ഞു. ഇനി വന്യജീവികളാലും പച്ചപ്പാലും പ്രകൃതി മനോഹരമായ ഒരു വനത്തിൻ്റെ ചിത്രമാണത്. ഓക്കെ, വന്യജീവികളാലും മരങ്ങളാലും ഉള്ള പ്രകൃതി മനോഹരമായ ഒരു കാട് അല്ലേ? എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഒരു മുഴം മുന്നിൽ കണ്ടെത്തിയത് ടീച്ചറാണ്. എല്ലാവരും ടീച്ചറിനൊരു ക്ലാപ്പ് കൊടുക്കാം. നിങ്ങൾ കണ്ടെത്തിയത് തെറ്റെന്നുള്ളതല്ല. സാധാരണ ക്ലാസ്സുകളിൽ നടക്കുന്ന ചിത്രവായന വെറും അതിൻ്റെ ചിത്രങ്ങളിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നു ഇല്ലേ? നമ്മൾ സ്ഥിരം ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ ക്ലാസ്സിൽ ഒരു ചോദ്യം, ഒരു ചിത്രം കാണിച്ചിട്ട് പറയുന്നത് ചിത്രത്തിൽ എന്തെല്ലാം അല്ലേ? ചിത്രത്തിൽ എന്തെല്ലാം എന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണമായും കുട്ടി എഴുതിയ ഉത്തരം ശരിയാണ്. ഞാൻ ചോദിച്ചത് അങ്ങനെയാണ്, ചിത്രത്തിൽ എന്തെല്ലാം. ചിത്രത്തിൽ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും എഴുതിയതും ശരിയാണ്. അവിടെ ആനയുണ്ട്, മരമുണ്ട്, എന്താണ് ഒരു ജീവി മുയലിനെ കാണിച്ചിട്ടുണ്ട്, കുറേ ആകാശത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം, കുറച്ച് പുല്ല് കാണാം, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. എഴുതിയത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ പലപ്പോഴും കുട്ടിയുടെ ചിന്തയെ പരിമിതപ്പെടുത്തുന്നു ഇല്ലേ? ചിത്രത്തിൽ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ ആ കുട്ടി ചിത്രത്തിൽ എന്തൊക്കെയെന്ന് പെറുക്കി എടുക്കുന്നതല്ലാതെ ആ ചിത്രത്തിൽ മൊത്തമായിട്ടൊരാശയം കൺവേ ചെയ്യുന്നുണ്ട് എന്ന് മറന്നുപോകും. നമ്മൾ പലപ്പോഴും ചിത്രവായനയ്ക്ക് കൊടുക്കുന്ന അവസരവും നമ്മൾ കൊടുക്കുന്ന ചോദ്യവും പരിമിതപ്പെട്ടു പോകുന്നു. ചിത്രവായന വളരെ വിപുലമായിട്ടുള്ള ഒരു കുട്ടിയുടെ വ്യവഹാര രൂപമാണ് ചിത്രവായന എന്ന് പറയുന്നത്. ചിത്രവായനയിൽ സമഗ്രമായൊരു കാഴ്ചപ്പാട് കാണാൻ കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. അപ്പോൾ 1-2 പ്രാവശ്യം കുട്ടി ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കുട്ടിക്ക് വ്യവഹാര രൂപം എന്ന നിലയിൽ ചിത്രവായന കൊടുത്തു കഴിയുമ്പോൾ കുട്ടി എഴുതും എന്താ, ആട്, പശു, അതവിടെ കണ്ട കാര്യങ്ങൾ എഴുതും. പക്ഷേ ഈ മരങ്ങളും ഈ വന്യമൃഗങ്ങളും ഈ പച്ചപ്പും ചേരുമ്പോൾ മറ്റൊന്നാണ്. അതെന്താണ്? കാട് എന്നൊരു ആശയമാണ് അല്ലേ? മരങ്ങളും വന്യമൃഗങ്ങളും പച്ചപ്പും ചേരുന്നത് കാടാണ്. ഇതൊരു കാടിൻ്റെ ചിത്രമാണ്, കാടിൻ്റെ ഭംഗിയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ കുട്ടിയെ കൊണ്ടുപോകണം. പല ചിത്രങ്ങളും അങ്ങനെയുള്ള ചിത്രങ്ങളാണ്. നിങ്ങൾക്കറിയാം, കണിക്കൊന്ന പുസ്തകത്തിൽ നിറയെ മനോഹരമായ ചിത്രങ്ങളാണ് ആണല്ലോ. ഫോട്ടോ എടുത്തതുപോലുള്ള ചിത്രങ്ങളാണ് ഈ മലയാള മിഷൻ്റെ പാഠപുസ്തകങ്ങളിലെല്ലാം. അപ്പോൾ ചിത്രവായനയ്ക്കൊരു അവസരം കൊടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ചിത്രത്തിൽ ആരൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളോട് അമ്മയെ വരയ്ക്കാൻ പറയാം. അമ്മ, ഞാൻ വരയ്ക്കുന്ന അമ്മയാണോ നിങ്ങൾ വരയ്ക്കുന്ന അമ്മ? നിങ്ങൾ വരയ്ക്കുന്ന അമ്മ എനിക്കൊരു സ്ത്രീയും ഞാൻ വരയ്ക്കുന്ന അമ്മ എൻ്റെ അമ്മയുമാണ് അല്ലേ? അപ്പോൾ സ്ത്രീക്ക് തന്നെയുള്ള മറ്റൊരു പരിവേഷമാണ് അമ്മ എന്നുള്ളത്. ആ അമ്മ എന്നുള്ളത് ഞാൻ വരയ്ക്കുമ്പോൾ അത് എൻ്റെ അമ്മയായി, എൻ്റെ അമ്മയോടുള്ള എൻ്റെ സ്നേഹമായി മാറുന്നു. അമ്മയുടെ സ്നേഹം നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? അമ്മയോടുള്ള സ്നേഹം നമുക്കൊരിക്കലും വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ചിത്രം കാണുമ്പോൾ അത് അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹമാണ്, ആ കുട്ടിയോടുള്ള അഗാധമായ സ്നേഹമാണ് ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയണം. കുട്ടിയുടെ ആസ്വാദന തലം വളരുന്നത്. അപ്പോൾ ഈ ആസ്വാദന തലം വളരുമ്പോഴാണ് കുട്ടിക്ക് എഴുതണം എന്നുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ കുട്ടി ശൂന്യമായി ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടിയോട് നമ്മളൊരു കഥ എഴുതാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് കഴിയില്ല എഴുതാൻ. മനസ്സിലാവുന്നു? വളരെ ഗഹനമായ കാര്യങ്ങൾ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല അല്ലേ? വളരെ ചെറിയ ചില കാര്യങ്ങളായിരിക്കും കുട്ടിയുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചറിന് എന്തൊക്കെ ടീച്ചർ ടോക്കിൽ ഉൾപ്പെടുത്താം? ടീച്ചറിൻ്റെ അനുഭവങ്ങൾ പറയാം.
അതൊരു കുട്ടിക്ക് വിരസമാകാതിരുന്നാൽ മതി. ടീച്ചറിൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ പങ്കുവയ്ക്കേണ്ടി വരും, ടീച്ചർ കണ്ട കാര്യങ്ങൾ പറയേണ്ടി വരും. ചിലപ്പോൾ ടീച്ചർ ചില കാര്യങ്ങൾ വീഡിയോയിലാക്കിയോ പാട്ട് രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ആശയങ്ങൾ നിറച്ചിട്ടാണ് നമ്മളൊരു വ്യവഹാര രൂപത്തിലേക്ക് കുട്ടിയെ കടത്തിവിടുന്നത്, അല്ലേ? ആ വ്യവഹാര രൂപം കുട്ടി എഴുതാൻ തക്കവണ്ണമുള്ള ആശയങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക്, അതേത് ക്ലാസ്സിലായാലും, അത് LKG തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിലും ശരി, ഈ ഒരു ആശയ നിറവ് കുട്ടിക്കുണ്ടാകണം. ആ നിറവിൽ നിന്ന് മാത്രമേ കുട്ടിക്ക് അതിൻ്റെ പകുതിയെങ്കിലും എഴുതാൻ കഴിയും, അല്ലേ? പെട്ടെന്ന് നോക്ക്, കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ടോ? ആ കാര്യം കാണുന്നില്ല? അവിടെ ഒന്നും കാണുന്നില്ല? നിങ്ങൾ എന്തുവാ കണ്ടേ? മരങ്ങളുണ്ടോ? ഒരു പട്ടം പറക്കുന്ന കാണുന്നില്ലേ? ആ മരത്തിന്റെ അടുത്ത് കിട്ടോ? നിങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, അല്ലേ? എന്താണെന്നറിയോ, ഈ ഒരു ആകാംക്ഷ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികളെ ഭയങ്കര ഈ കുഞ്ഞുങ്ങളെ ഭയങ്കര, നമുക്കറിയാം, എനിക്കത് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, 20 പേരിരിക്കുന്ന ക്ലാസ്സിൽ ആകെ 5 പേരായിരിക്കും നമ്മുടെ മുഖത്ത് നോക്കുന്നത്, ബാക്കി 15 പേരും വേറെ പണിയാണ്, അല്ലേ? ഈ 15 പേരെ ഇങ്ങോട്ട് ശ്രദ്ധ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് പാട്ടും കഥയൊക്കെ പറഞ്ഞു നോക്കും, പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നോക്കിക്കൊള്ളണമെന്ന് നമ്മളങ്ങ് ഭീഷണിപ്പെടുത്തും, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞത്, കുഞ്ഞു പിള്ളേരായിരുന്നു ഇവിടെ ഇരുന്നതെങ്കിൽ പെട്ടെന്ന് നോക്കടാന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഇവിടെ ആരും കാണത്തില്ല, എല്ലാം അവിടെ നോക്കിക്കൊണ്ട്, അല്ലേ? കൊച്ചു പിള്ളേരായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും, വലിയ മുതിർന്നവർക്കൊരു സംശയമാണ്, നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ മോശമാവോ, അവിടെ എന്തേലും ഉണ്ടോ എന്നൊക്കെ ഉള്ള സംശയം മുതിർന്നവർക്കാണ്. പക്ഷെ കുഞ്ഞു മക്കൾ ഇപ്പം ദേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞെങ്കിൽ ഇപ്പം ആ ജനലിൻ്റെ അവിടെ നിറഞ്ഞങ്ങ് നിൽക്കും, അല്ലേ? അപ്പം ഈ ഒരു ആകാംക്ഷ നമ്മൾ കുട്ടികൾക്ക് ഓരോ പ്രവർത്തനത്തിനും കൊടുക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ നമ്മൾ ഏറ്റെടുക്കേണ്ടത് അവിടെയാണ്, അല്ലേ? നമ്മളെപ്പോഴും ലൈവായിട്ടിരിക്കണം. നമ്മളൊരല്പം ഡള്ളായാൽ അവർ പോയി. അപ്പം നമ്മൾ ഫുൾ ടൈം ലൈവായിട്ടിരിക്കണം. ചിത്രവായനയിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ കുട്ടിക്കിടെ പ്രകൃതം അറിഞ്ഞു വേണം നമ്മൾ കൊടുക്കാൻ. ചിത്രരചനയാണ് ഇപ്പം നമ്മുടെ വിഷയം. ചിത്രവായന ഒരിക്കലും ചിത്രത്തിൽ എന്തെല്ലാം എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ നിർത്തരുത്. ആ ചിത്രത്തിൽ നിന്നുള്ള ഒരു ആശയം കുട്ടിയിലേക്ക് എത്തണം. ആശയം കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൻ്റെ ചിത്രമാണ് നിങ്ങൾ ക്ലാസ്സിൽ കാണിക്കുന്നതെന്നിരിക്കട്ടെ, അപ്പം നിങ്ങൾക്ക് അവിടെ അവരുടെ മുഖഭാവം ചർച്ച ചെയ്യണം. ചിത്രങ്ങൾ വരയ്ക്കുന്നവർ അതിനനുസരിച്ചുള്ള മുഖഭാവങ്ങളാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കണം, അയ്യോ ആ മുത്തശ്ശി എന്താ വിഷമിച്ചിരിക്കുന്നത്, മുത്തശ്ശിക്ക് എന്തോ സങ്കടം ഉണ്ടല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടി ആ ചിത്രത്തിലേക്ക് നോക്കും. ശരിയാണ്, ഈ മുത്തശ്ശി എന്തോ വിഷമമുണ്ട്, എന്തായിരിക്കും, പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കേട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കുട്ടി ഒന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ പുതിയൊരു കാര്യമാണെങ്കിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യത്തിലേക്ക് കുട്ടിയുടെ ചിന്ത പോകും. ചിത്രത്തിൽ എന്തെല്ലാം എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആ കുട്ടിയുടെ എല്ലാവിധമായ ചിന്തകളെ അടച്ച് തരിശാക്കി ഇത് മാത്രം എഴുതിയാൽ മതി, ചിത്രത്തിലുള്ളത് മാത്രം എഴുതിയാൽ മതി എന്നുള്ള ഒറ്റ കൺസെപ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. ഏറ്റവും ഇഷ്ടമായി തോന്നിയത്, ഏറ്റവും ഇഷ്ടം, എല്ലാ പുസ്തകങ്ങളും ഇഷ്ടമായി, എന്നാലും എനിക്ക് ഈ 3-ാം ഭാഗം കുറച്ച് കൂടുതൽ ഇഷ്ടമായി. 3-ാം ഭാഗം, അല്ലേ? കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം? ഈ നിങ്ങൾ കണിക്കൊന്ന എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കണിക്കൊന്നയിലെ 3-ാം ഭാഗം ഇത് വളരെ മനോഹരമാണ്. നാഗമോഹൻ എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി ഹിമാലയത്തിൽ നിന്ന് വരുവാണ്, എന്നിട്ട് നമ്മുടെ നാട്ടിലെ പക്ഷികളുമായിട്ട് കൂട്ടുകൂടുകയാണ്. അവിടെ നമുക്ക് അവരുടെ ചിന്തയെ എത്ര വേണമെങ്കിലും ഏതൊക്കെ വ്യവഹാര രൂപങ്ങളിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. കാര്യം അത്രയ്ക്ക് റിച്ചാണ്. അവരുടെ ചിന്തയെ സ്വാധീനിക്കുന്ന, കുഞ്ഞുങ്ങളെ ആകർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ പുസ്തകങ്ങളും ഇതുപോലെ കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മാതൃകയായിട്ട് ഇതിലെ ചിത്രങ്ങൾ വളരെ മനോഹരമാണ്, അല്ലേ? എല്ലാ ചിത്രങ്ങളും കണ്ടോ? ഈ ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് ആ ചിത്രങ്ങളിലേക്ക് കുട്ടികളെ കുറച്ച് നേരം അവരെ വെറും ചിത്രങ്ങളാക്കി മാത്രം മാറ്റാതെ ഇതൊരു ടൂളായി ഉപയോഗിക്കണം. അപ്പോൾ പാഠഭാഗത്തെ ചിത്രങ്ങൾ വെറും ചിത്രങ്ങൾ ആയി നമ്മളങ്ങ് ഓടിച്ചു കളയാതെ അതൊരു ടൂളായി ഉപയോഗിക്കാം. സംഭാഷണത്തിനുള്ള ടൂളാക്കാം,
കഥയായിട്ട് കഥാരചനയ്ക്കുള്ള ടൂളുകളാക്കാം, അതിനൊക്കെ അപ്പുറം സംസാരിക്കുന്ന ചിത്രങ്ങളാക്കാം. ഈ കിളി എന്തായിരിക്കും മറ്റൊരു കിളിയോട് പറഞ്ഞിട്ടുണ്ടാവുക? ഈ കിളികൾ ഇപ്പം സന്തോഷിക്കുകയാണോ? നാഗമോഹൻ പറന്നു പോകുന്നതിൻ്റെ വിഷമം മറ്റു കിളികൾക്കില്ലേ? ആ കിളികൾ എന്തായിരിക്കാം മടക്കം പറഞ്ഞിട്ടുണ്ടാവുക? ഈ തരത്തിൽ കുട്ടിയെ ചിന്തകൾ കൊണ്ട്, കുട്ടിയുടെ മനസ്സ് നിറയെ ഈ കിളികളും ചിന്തകളും ചില സിനിമകൾ കണ്ടിട്ടില്ലേ? നമ്മൾ ചില സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ, 1-2 ദിവസം ആ സിനിമയിലെ രംഗങ്ങൾ, ആ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും ഇല്ലേ? അതേസമയം ചിലത് നമ്മൾ കണ്ട് പെട്ടെന്ന് അങ്ങ് മറന്നുപോകും. അപ്പം അതുപോലെ ഒരു അനുഭവമാക്കി മാറ്റുക. അടുത്ത് ഞാൻ 1-2 രചനകൾ നിങ്ങളിൽ 1-2 പേർക്ക് തരാം. അതൊന്ന് ഉറക്കെ വായിക്കണം കേട്ടോ. 4ാം ക്ലാസ്സിലെ ഒരു കുട്ടി എഴുതിയ ഡയറിയാണ്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ചപ്പോൾ ഞാനൊരു ഉത്തരം പറഞ്ഞതാണ്. ഇന്ന് ടീച്ചർ മലയാളത്തിലൂടെ ചിറക് വിരിച്ച് എന്ന പദത്തിലെ ഒരു ചോദ്യം ചോദിച്ചു. ഇതായിരുന്നു ചോദ്യം. എൻ്റെ പിറന്നാളിന് ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നപ്പോൾ എനിക്ക് സന്തോഷത്തിൻ്റെ ചിറക് മുളച്ചു. ഇതിലെ സന്തോഷം എന്ന വാക്ക് മാറ്റണം. ഞാൻ പറഞ്ഞു അഭിമാനത്തിൻ്റെ ചിറക് മുളച്ചു എന്ന് പറഞ്ഞു. എല്ലാവരും കൈയടിച്ചു, സന്തോഷമായി. ഇഷാനി എന്ന കുട്ടി എഴുതിയ ഡയറിയിലെ വാക്യമാണ്. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ചിറകുമുളച്ചു എന്നൊരു വാക്ക് കുട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ചിറകുമുളച്ചു, 4 പഠിക്കുന്ന ഒരു കുട്ടി ചിറകുമുളച്ചു എന്നൊരു വാക്ക് ആ കുട്ടിയുടെ രചനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചിറകുമുളച്ചു എന്നുള്ള വാക്ക് അവർക്ക് എവിടെ നിന്ന് കിട്ടിക്കാണും? ഒന്നുകിൽ അധ്യാപികയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ അവൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നോ അവൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സന്തോഷത്തിൻ്റെ ചിറകുമുളച്ചു എന്നുള്ളത് മാറ്റി അഭിമാനത്തിൻ്റെ ചിറകുമുളച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ആ കുട്ടിക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനുഭവം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഷാ ക്ലാസ്സുകളിൽ നമ്മൾ വിചാരിക്കും 1ാം ക്ലാസ്സിലെ കുട്ടിയല്ലേ, 2ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ, അപ്പോൾ വൈവിധ്യമാർന്ന വാക്കുകൾ ഉപയോഗിക്കണ്ട എന്ന് ചിന്തിക്കും. പക്ഷേ വൈവിധ്യമാർന്ന തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. സാധാരണഗതിയിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ചിറകു മുളച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട അർത്ഥം എന്താണ്? എന്തർത്ഥമാണ് കിട്ടേണ്ടത്? പക്ഷിക്ക് ചിറകു മുളച്ചു. അതിനപ്പുറം ഒരു അർത്ഥം കിട്ടുമോ? ഇല്ല. സന്തോഷത്തിൻ്റെ ചിറകു മുളച്ചു, ആഹ്ലാദത്തിൻ്റെ ചിറകു മുളച്ചു, എന്താണ് അഭിമാനത്തിൻ്റെ ചിറകു മുളച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി നമ്മളെക്കാൾ മനോഹരമായി ചിറകു മുളച്ചു എന്ന പ്രയോഗം ആ കുട്ടിയുടെ വൊക്കാബുലറിയിലേക്ക് വന്നു കഴിഞ്ഞു ഇല്ലേ? ഈ തരത്തിലേക്ക് നമ്മുടെ വ്യവഹാര രൂപങ്ങൾ. ഇനി അടുത്ത മറ്റൊരെണ്ണം. പൂന്തോട്ടത്തിലായിരുന്നു കളിച്ചിരുന്നത്. പൂന്തോട്ടത്തിൽ നിന്ന് ഒരു റോസാപ്പൂ എടുത്ത് നെഹ്റുവിൻ്റെ കോട്ടിൽ ഞാൻ കുത്തിവെച്ച് കൊടുത്തു. നെഹ്റുവിന് സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ നെഹ്റുവിന് ഒരു കത്തെഴുതി. നെഹ്റു അത് വായിച്ചു. നിങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വരണം. നെഹ്റു മറുപടി എഴുതി, വരാം. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ജസ, GMLPS, കരിങ്കല്ലത്താണി. ആ കുട്ടി എഴുതിയ ഒരു സംഭവമാണത്. കത്തോ അല്ലെങ്കിൽ അത് കുട്ടിയെ ഒരു വിവരണമായിട്ടോ എന്തെങ്കിലും എഴുതിയതാവാം. ഈ പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ നടന്നതായിരിക്കുമോ? നേരത്തെ നമ്മൾ വായിച്ചത് കുട്ടി യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ അനുഭവമാണ് എഴുതിയത്. ഇതെന്തായിരിക്കാം? ഒന്നുകിൽ കുട്ടിയുടെ സങ്കല്പമാകാം, അല്ലെങ്കിൽ കുട്ടിയുടെ ആഗ്രഹമാകാം. അപ്പൊ കുട്ടിയുടെ ഒരു പ്രകൃതമാണ് സങ്കല്പിക്കുക എന്നുള്ളത് അല്ലേ? സങ്കല്പിക്കുക എന്നുള്ളതും ആഗ്രഹിക്കുക, അവന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുക. എന്താണ്? പൂക്കളെ നോക്കിയിട്ടൊരു കുട്ടി പാടുന്ന എന്താ? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പറന്നിതാ പോകുന്നമ്മേ. എന്നിട്ട് കുട്ടിക്ക് പരിഭവം എന്താണ്? വയ്യേ എനിക്ക്, എനിക്ക് ചിറകുകൾ, വയ്യേ എനിക്ക് പറപ്പാൻ, എനിക്ക് ചിറകുകളില്ല, അതുകൊണ്ട് എനിക്ക് അതിനോടൊപ്പം പറക്കാൻ കഴിയുന്നില്ല എന്ന് സങ്കടപ്പെടുന്നു കുട്ടികൾ അല്ലേ? അപ്പോൾ ഇത് കുട്ടിയുടെ ആഗ്രഹമോ സങ്കല്പമോ ആകാം. പക്ഷെ ഈ രചന എത്ര മനോഹരമാണെന്ന് നോക്കൂ അല്ലേ? ഏറ്റവും മനോഹരമായ രചനകൾ ഉണ്ടാകുന്നത് ഒന്നുകിൽ സങ്കല്പമോ മറ്റൊന്ന് ആഗ്രഹമോ ഉണ്ടാകുമ്പോഴാണ് അല്ലേ? അപ്പോൾ കുട്ടിയുടെ പ്രകൃതത്തിൻ്റെ ഒരു സവിശേഷതയാണ് കുട്ടിക്ക് സങ്കല്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെക്കാൾ മനോഹരമായി സങ്കല്പിക്കാനുള്ള കഴിവുണ്ട്. അവർക്ക്
നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ധാരാളം നോവലുകളും കഥയൊക്കെ വായിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകവും ഒന്ന് വായിക്കണം. എൻ്റെ പാവ നടക്കില്ല. ഓരോരുത്തരും സ്വന്തം പാവകളെക്കുറിച്ച് പറയാൻ ടീച്ചർ പറഞ്ഞു. മാണിക്യന് സ്വന്തമായി പാവകളൊന്നുമില്ലായിരുന്നു. എൻ്റെ പാവ കയ്യടിക്കും, ചിരിക്കും, കണ്ണടക്കും എന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ്റെയും ഊഴമെത്തി. എൻ്റെ പാവ ചിരിക്കും, പാട്ടുപാടും, കൈകൊട്ടും, കരയും, ഉറങ്ങും. ആഹാ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന പാവ നടക്കില്ലേ മാണിക്യം? ഇല്ല ടീച്ചർ, എൻ്റെ പാവ നടക്കില്ല. അപ്പോൾ മാണിക്യൻ്റെ കണ്ണു നിറയുന്നത് ആരും ശ്രദ്ധിച്ചില്ല. അവൻ്റെ കണ്ണുകളിലൂടെ ഒരു ചാറ്റൽ മഴ കടന്നുപോയി. അത് പേമാരിയാവും മുമ്പേ അവൻ വീട്ടിലേക്കോടി. തുറന്നിട്ട വാതിലിലൂടെ അവൻ ദൂരത്തു നിന്ന് തന്നെ കണ്ടു. നിലത്തു വിരിച്ചിട്ട പായയിൽ അരയ്ക്ക് കീഴ്പോട്ട് കുഴഞ്ഞു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പാവയെ. അഞ്ജന TP. ഒരു മുതിർന്ന കുട്ടി എഴുതിയ ഒരു കഥയുടെ ഭാഗമാണിത്. നോക്കൂ, കുട്ടികൾ, ഇതിലൂടെ നമുക്ക് കുട്ടിയുടെ ഏത് പ്രകൃതമാണ് മനസ്സിലാകുന്നത്? ഇത് വായിക്കുമ്പോൾ കുട്ടിയുടെ ഒരു പ്രകൃതം എന്താ? സഹതാപം. മറ്റുള്ളവരെ, അതായത് നമ്മുടെ മുതിർന്നവരെപ്പോഴും മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നാൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിച്ച്, അവൻ ഇന്നതൊക്കെ ചെയ്തത് കൊണ്ടല്ലേ ഇന്നത് വന്നത് എന്ന് നമ്മൾ നമ്മളെ സ്വയം സമാധാനിപ്പിക്കാനും ആ സഹതാപത്തിൽ പങ്കെടുക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ചിന്തകൾ കൊണ്ട് ഒരു വേലി ഉണ്ടാക്കും, അല്ലേ? ചിന്തകൾ കൊണ്ട് വേലി ഉണ്ടാക്കും. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു അനുഭൂതി സഹാനുഭൂതി, ദീനാനുകമ്പ, ദയ, കരുണ തുടങ്ങിയ അനുഭൂതികൾ കുഞ്ഞു മനസ്സിൽ കൂടുതൽ ഉണ്ടാകും. അപ്പം അതിൻ്റെ പുറത്ത് ഈ രചനയിൽ അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു സഹാനുഭൂതി നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് ഒരെണ്ണം കൂടി ഒന്ന് വായിക്കൂ. മുന്നറിയിപ്പ് എന്ന കവിത പഠിപ്പിച്ചു. കടലുകൾ കാണാൻ പോയിട്ട് ഈ വരികൾ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും അമ്മയും അച്ഛനും കടൽ കാണാൻ പോയതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അന്ന് തിരമാലകളിൽ നീന്തി. പിന്നെ നമ്മൾ മണലിൽ കടലമ്മ കള്ളി എന്നെഴുതി. കടൽ അത് വന്നു മായ്ച്ചു. നല്ല രസമായിരുന്നു. ഈ കവിത പഠിപ്പിച്ചപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളുടെ ചിറകു മുളച്ചു. ഓർമ്മകളുടെ ചിറകിലേറി ഞാനും വീണ്ടും കടൽ കണ്ടു. ക്ലാസ്സുകളിൽ നിന്ന് ശേഖരിച്ച ഡയറികളിൽ നിന്നുള്ള രചനകളാണ്. എല്ലാം ഇത്ര മെച്ചമായിരിക്കണമെന്നില്ല, പക്ഷെ ചില കുട്ടികൾ എഴുതുന്നതാണ്. ഇതിൽ കുട്ടിയുടെ മറ്റൊരു പ്രകൃതമുണ്ട്. ഈ രചന വായിക്കുമ്പോൾ നമുക്ക് കുട്ടിയുടെ മറ്റൊരു പ്രകൃതം മനസ്സിലാവും. എന്താണത് പറയാമോ? കേട്ടായിരുന്നോ? അത് ഫുള്ള് കേട്ടോ? നിങ്ങൾ കേൾക്കണോ? ഒരിക്കൽ കൂടി കേൾക്കണം. ഇന്ന് ടീച്ചർ ഞങ്ങളെ മുന്നറിയിപ്പ് എന്ന കവിത പഠിപ്പിച്ചു. കടൽ കാണാൻ പോയിട്ടുണ്ടോ എന്ന വരികൾ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഞാനും അമ്മയും അച്ഛനും കടൽ കാണാൻ പോയതാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്ന് തിരമാലകളിൽ നീന്തി. പിന്നെ നമ്മൾ മണലിൽ കടലമ്മ കള്ളി എന്ന് എഴുതി വെച്ചു. കടൽ അത് വന്നു മായ്ച്ചു. നല്ല രസമായിരുന്നു. ഈ കവിത പഠിപ്പിച്ചപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളുടെ ചിറകുമുളച്ചു. മുന്നറിവുകളെ കളക്ട് ചെയ്യുന്നു, ഓർമ്മകളിലേക്ക് പോകുന്നു. കുട്ടി നമ്മുടെ ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പഴയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യും, അവൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട്. ടീച്ചർ പഠിപ്പിച്ചതിനകത്ത് വേറൊന്നുമില്ല. കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് വെറും ഒരു തിരമാല എന്നുള്ള ആ 2 വരിയാണ് ടീച്ചർ പഠിപ്പിച്ചത്. പക്ഷെ ആ വരികളിൽ നിന്ന് കുട്ടി എവിടേക്ക് എത്തി? കടൽ കാണാൻ പോയത്, തിരയിൽ കളിച്ചത്, അത് അവൻ്റെ അനുഭവത്തിലേക്ക് അങ്ങ് മാറി, അല്ലേ? അപ്പോൾ കുട്ടിയുടെ പ്രകൃതമാണ് സങ്കല്പിക്കാനുള്ള കഴിവ്, സഹാനുഭൂതി, ദയ, എപ്പോഴും ചടുലമായിരിക്കാനുള്ള ശേഷി, ഓർമ്മകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ശേഷിയെല്ലാം കുട്ടിയുടെ പ്രകൃതമാണ്. എന്തിനാണ് നമ്മൾ കുട്ടിയുടെ പ്രകൃതത്തെക്കുറിച്ച് അറിയുന്നത്? നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ പ്രകൃതം അറിയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്തിനാണ്? കുട്ടിയുടെ പ്രകൃതമനുസരിച്ചാണ് നമ്മൾ പഠന പ്രവർത്തനങ്ങൾ നൽകേണ്ടത്. മുതിർന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം കാരണമോ അവർ മറ്റു ഫോഴ്സുകൾ കാരണമോ ഒക്കെ പഠിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ആ പാഠഭാഗത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കും. കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നയിക്കുന്ന പ്രധാന കാര്യം അവരുടെ പ്രകൃതമനുസരിച്ച് അവർക്കൊരു സാധനം കിട്ടിയാൽ അവരുടെ ഉള്ളിലേക്ക് അത് അവർ അറിയാതെ തന്നെ
കടന്നു പോകും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അത് ഒരുപാട് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ഇല്ല. ജസ്റ്റ് ഞാനൊരു അനുബന്ധം അതിൽ കാണിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് PDF ആയിട്ട് പിന്നീട് തരാം. ഇതൊന്ന് നോക്കണേ. കുട്ടിയുടെ പ്രകൃതമാണ് അതിൽ. അപ്പം എന്താ, കുട്ടിയുടെ ഒരു പ്രകൃതമാണ് കുട്ടികൾ കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൂട്ടുചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. കൂട്ടുകൂടാനുള്ള പ്രകൃതം അവരുടെ ജന്മനാ ഉള്ള പ്രകൃതമാണ്. അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളാക്കി മാറ്റാം, സംഘപ്രവർത്തനങ്ങളാക്കി മാറ്റാം. സംഘപ്രവർത്തനങ്ങളാവുമ്പോൾ ആ ഗ്രൂപ്പ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഈ ഗ്രൂപ്പ് ചെയ്യണമെന്നും അവർ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യണമെന്നും ഇതിലൊന്നും പങ്കെടുക്കാതിരിക്കുന്ന കുട്ടിക്കും ഇവരുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ഒക്കെ തോന്നും. ഒട്ടേറെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡള്ളായാൽ ഉടൻ അവർ വേറെ ആക്ടിവിറ്റീസുമായിട്ട് പുറത്തിറങ്ങുന്നത്, അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇനി സ്നേഹത്തിനും അംഗീകാരത്തിനും വിധേയമായി സ്വന്തം പെരുമാറ്റത്തെ കുട്ടി ക്രമീകരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യത്തെ ഡയറിയിൽ കണ്ടത്. എന്താണ്? ചിറകുമുളച്ചു, സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചിറകുമുളച്ചു എന്ന് പറഞ്ഞ കുട്ടി പിന്നീട് അഭിമാനത്തിൻ്റെ ചിറകുമുളച്ചു എന്ന് പറഞ്ഞപ്പോൾ അധ്യാപിക ആ കുട്ടിക്ക് അതൊരു കയ്യടി കൊടുത്തപ്പോൾ അത് ആ കുട്ടിയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്, അല്ലേ? കുട്ടിയുടെ പ്രകൃതമനുസരിച്ച് പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് പോകാം. ഇത്ര നേരം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇതിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എന്താണ് ഭാഷ, എങ്ങനെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കണം? ഭാഷ അവർക്കൊരു അനുഭൂതിയായി മാറണമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്, എന്താണ് വ്യവഹാര രൂപങ്ങൾ എന്ന് നമ്മൾ ചർച്ച ചെയ്തു, അല്ലേ? ഇനി വ്യവഹാര രൂപങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ചർച്ച ചെയ്തോട്ടെ. വ്യവഹാര രൂപങ്ങൾ പലതരത്തിലുണ്ട്. ഒന്ന്, സർഗപരമായ വ്യവഹാര രൂപങ്ങൾ. സർഗപരമായ വ്യവഹാര രൂപങ്ങളുണ്ട്. ഒട്ടേറെ തരത്തിൽ നമുക്കതിനെ വിഭജിക്കാൻ പറ്റും. പക്ഷെ സർഗപരമായ വ്യവഹാര രൂപങ്ങളിൽ പെടുന്നതാണ് ഈ കഥ, കവിതാരചന, നാടകം, തിരക്കഥ, ദൃശ്യാവിഷ്കാരം, റോൾ പ്ലേ. ഇതൊക്കെ സർഗപരമായിട്ടുള്ള, അതിൽ കുട്ടിക്ക് സ്വാതന്ത്ര്യം കൂടുതലാണ്. അധ്യാപികയുടെ റോള് കുറവാണ്, അല്ലേ? അധ്യാപിക സർഗപരമായിട്ട് കുട്ടിക്ക് ഒരു കവിത എഴുതാനോ കഥ എഴുതാനോ കൊടുക്കുമ്പോൾ അധ്യാപിക അവൻ്റെ ഉള്ളിൽ ആശയങ്ങൾ നിറച്ചു കൊടുക്കുന്നു. എഴുതാനുള്ള രീതി നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തെന്നിരിക്കാം, ബാക്കി മുഴുവൻ ആ കുട്ടിയുടെ സംഭാവനയാണ്. ഇതാണ് സർഗപരമായ വ്യവഹാര രൂപങ്ങൾ. സർഗപരമായ വ്യവഹാര രൂപങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അതായത് കഥാരചന, കവിതാരചന പോലുള്ള വ്യവഹാര രൂപങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഇല്ലേ? കഥാരചന ഇല്ലേ? ഉണ്ട്, ഇല്ലേ? കണിക്കൊന്നയിലുണ്ടല്ലോ. കവിതാരചനയില്ലേ? വരികൾ പൂർത്തിയാക്കാനുണ്ട്. പിന്നെ അതുപോലെ കഥ എഴുതാനാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഇത്തരം സർഗപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധ്യാപകർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അവരുടെ സർഗാത്മകതയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഒരിക്കലും ഒരു കുട്ടി എഴുതിയ രചനയും മറ്റൊരു കുട്ടി എഴുതിയ രചനയുമായി നമ്മൾ താരതമ്യം ചെയ്യരുത് ക്ലാസ്സിൽ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ എഴുതിയതാണ് കഥ, ഞാൻ എഴുതിയത് കഥയല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് കുട്ടി കുറച്ചൊന്ന് ഡള്ളാവും, കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് മാറും. പിന്നീട് അവന് മറ്റൊരു വേദിയിൽ വേറെ 2 വാക്യം എഴുതി പ്രസൻറ്റ് ചെയ്യാനുള്ള അവന് അതിനുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടും. അപ്പോൾ സർഗാത്മക രചനകൾ ഓരോ കുട്ടിയെയും നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ടീച്ചേഴ്സ് വേർഷൻ കൊടുക്കാം. കഥാരചന, കവിതാരചനയൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഓരോ കുട്ടിയും വിളിച്ച് നിർത്തി അതിൻ്റെ പോരായ്മകൾ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. എനിക്കറിയില്ല, നിങ്ങളുടെ സമയം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും പറയുന്ന കേട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീച്ചേഴ്സ് വേർഷൻ. എന്താണ് ടീച്ചേഴ്സ് വേർഷൻ? കൊടുക്കാറുണ്ടോ ക്ലാസ്സിൽ? ടീച്ചേഴ്സ് വേർഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ഒരു രചന എഴുതി. ഞാനൊരു മാതൃക കാണിച്ചു തരാം. കുട്ടി ഒരു രചന എഴുതി, അതായത് ഒരു ക്ലാസ്സിൽ മുഴുവൻ ഒരു പുസ്തകം കൊടുത്തു. ആ പുസ്തകത്തെക്കുറിച്ച് എഴുതാൻ കുട്ടികളോട് പറഞ്ഞു. ഒരു രചനാ പരിചയക്കുറിപ്പ് എഴുതാൻ പറഞ്ഞു. രചനാ പരിചയക്കുറിപ്പ് എന്താണ്? നമ്മൾ അസംബ്ലികളിലൊക്കെ ചിലപ്പോൾ വായിക്കാറില്ലേ, ഞാൻ ഈ പുസ്തകം വായിച്ചു എന്നിട്ട് നിങ്ങളും ഈ പുസ്തകം വായിക്കണേ എന്ന് പറഞ്ഞൊരു ആസ്വാദനക്കുറിപ്പിൻ്റെ വേറൊരു തലമാണ് ഈ രചന. വായനക്കുറിപ്പ് പോലെയാണ്
രചനാ പരിചയക്കുറിപ്പ്. അതായത് വായനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ കുട്ടി അത് ഫുള്ള് വായിച്ച് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആസ്വാദന തലത്തിലേക്ക് കടന്നു പോകും. പക്ഷേ LP സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അത് കണിക്കന്നോ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് ഒരു സിനിമ കണ്ടു, സിനിമ കണ്ടിട്ട് നമ്മൾ പറയണു, എടാ സുരേഷ് ഗോപിയുടെ സിനിമ എന്തൊരു ഇടിയായിരുന്നു, എന്തൊരു അടിയായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നീ പോയി കാണണേടാ എന്ന് പറയൂലേ? ഇത് തന്നെയാണ് ഒരു പുസ്തകം വായിച്ചിട്ട് അതിന് അവന് ഇഷ്ടപ്പെട്ട കുറേ പൊട്ടും പൊടിയും ഒക്കെ എഴുതി വെച്ച് അത് ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് കേൾക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് തോന്നും എനിക്കും അത് വായിക്കണം. മനസ്സിലാവുന്നു? ഒരു രചനാപരി. അപ്പം നിങ്ങളൊരു സംഭാഷണം എഴുതാൻ കൊടുത്തു എന്നിരിക്കട്ടെ ക്ലാസ്സിൽ. സംഭാഷണം നിങ്ങൾക്കുള്ള വ്യവഹാര രൂപമാണല്ലോ. ധാരാളം സംഭാഷണങ്ങൾ എഴുതാനുണ്ട് അല്ലേ? ആദ്യത്തെ അതാണ് നാഗമോഹൻ പക്ഷിയുടെ ആ പാഠത്തിലുണ്ട്, പിന്നെ ഓണം പൊന്നോണം എന്ന് പറയുന്ന ആ പാഠത്തിൽ സംഭാഷണമുണ്ട്. ഏകദേശം എല്ലാ പാഠങ്ങളിലും കടന്നു പോകുന്ന ഒരു വ്യവഹാര രൂപമാണ് സംഭാഷണം. സംഭാഷണം എഴുതാൻ കൊടുത്തു. കുട്ടികളെല്ലാവരും സംഭാഷണം എഴുതി. ഇനി ഇത് എഴുതുന്നതിനും ഒരു രീതിയുണ്ട്. എഴുതുമ്പോൾ എപ്പോഴും കുട്ടിക്ക് ആദ്യം വ്യക്തിഗതമായി എഴുതാൻ അവസരം കൊടുക്കണം. അതൊന്ന് കുറിച്ച് വെച്ചോളൂ. ഏത് ടാസ്കും ഏത് വ്യവഹാര രൂപവും ആദ്യം എഴുതിക്കേണ്ടത് വ്യക്തിഗതമായിട്ടാണ്. ഏത് വ്യവഹാര രൂപം, അല്ലാതെ സംഭാഷണം ആയിക്കോട്ടെ, കഥയായിക്കോട്ടെ, കുറിപ്പായിക്കോട്ടെ, വിവരണം ആയിക്കോട്ടെ, കഥാപൂരണം ആയിക്കോട്ടെ, കത്തായിക്കോട്ടെ, നിവേദനം ആയിക്കോട്ടെ, നമ്മൾ ഏത് വ്യവഹാര രൂപം എഴുതിയാലും ആദ്യം അത് വ്യക്തിഗതമായി എഴുതാനുള്ള അവസരം കൊടുക്കണം. രണ്ടാമത്, അപ്പോഴാർക്കെങ്കിലും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ 1-2 പേർക്ക് വായിക്കാനുള്ള അവസരമൊക്കെ കൊടുക്കാം. അത് നമ്മുടെ ക്ലാസ്സിൻ്റെ രീതിയും സമയവും അനുസരിച്ച്. മനസ്സിലാകുന്നു? ഇപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്, നമ്മൾ കുറച്ച് ഫ്രീ ആണ് എങ്കിൽ നമുക്ക് 1-2 കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാം വ്യക്തിഗതമായിട്ട്. നിർബന്ധിച്ച് അവരെ കൊണ്ട് വായിപ്പിക്കേണ്ട കാര്യമില്ല, വായിക്കുന്നവരെ കൊണ്ട് വായിപ്പിക്കുക. അടുത്ത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്, ഗ്രൂപ്പിൽ ചർച്ചയാണ്, ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തൽ. ആദ്യം വ്യക്തിഗതം, രണ്ടാമത് ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തൽ. ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ഒന്നാമത്, നമ്മൾ ടീച്ചേഴ്സ് അല്ലല്ലോ, നമ്മൾ കുട്ടികളെല്ലാവരും ചേർന്നിരിക്കുന്നു. അപ്പം അവർക്ക് പരസ്പരം അവരെഴുതിയത് പങ്കുവയ്ക്കുന്നതിലൊരു നാണക്കേടോ ചമ്മലോ ഒന്നും ഉണ്ടാകാനിടയില്ല. അപ്പോൾ അവർ ഒരു 5-6 പേരുള്ള ഗ്രൂപ്പിൽ ഇത് ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. ഏത് വ്യവഹാര രൂപമായാലും ആദ്യം വ്യക്തിഗതമായി അതിനെ ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക ഒന്ന് എഴുതാൻ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ആദ്യമേ ഗ്രൂപ്പ് തിരിച്ചാൽ ഗ്രൂപ്പിലെ മിടുക്കൻ മാത്രം എഴുതും, ബാക്കിയുള്ളവർ എഴുതത്തില്ല. അതാ പ്രശ്നം. അപ്പോൾ ആദ്യം എല്ലാവരോടും വ്യക്തിഗതമായിട്ട് എഴുതാൻ പറയുക. വ്യക്തിഗതമായി എഴുതിയതിനെ ഗ്രൂപ്പിലൊന്ന് പങ്കുവയ്ക്കാൻ അവസരം കൊടുക്കുക. ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തിയ ഒരെണ്ണം അവതരിപ്പിക്കുക. ഒരു ക്ലാസ്സിൽ 4 ഗ്രൂപ്പ് കാണുമെന്ന് വെച്ചോ, 4 എണ്ണം അവതരിപ്പിക്കാമല്ലോ. സമയം കിട്ടും, നിങ്ങളുടെ സമയം എനിക്കറിയില്ല, ഞാൻ എന്നാലും പറയുന്നു അവതരിപ്പിക്കുന്നത് നല്ലത്. 1-2 പ്രവർത്തനങ്ങളെങ്കിലും ഈ രീതിയിലൂടെ കടന്നുപോയാൽ കുട്ടി സ്വതവേ ഈ ഒരു ട്രാക്കിലോട്ട് വരും. മനസ്സിലായോ? നമ്മൾ ഒരു പ്രവർത്തനം അല്ലെ 2 പ്രവർത്തനം ഈ രീതിയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ നമുക്ക് എളുപ്പമാണ്. അവർ ഈ ട്രാക്കിലേക്ക് വരും. വ്യക്തിഗതം ഗ്രൂപ്പിൽ പങ്കുവച്ചു, മെച്ചപ്പെടുത്തിയത് വായിച്ചു. ഇനിയാണ് എഡിറ്റിംഗ് അല്ലേ? എഡിറ്റിംഗ് ഒരു വലിയ വിശാലമായൊരു മേഖലയാണ് എഡിറ്റിംഗ്. കാര്യം എഡിറ്റിങ്ങിൻ്റെ ധാരാളം രീതികളുണ്ട്. എഡിറ്റിങ്ങിനുള്ള ഒരു രീതിയാണ് ടീച്ചേഴ്സ് വേർഷൻ. അതായത് കുട്ടി എഴുതിയ സംഭാഷണം, കുട്ടിക്ക് സംഭാഷണം എഴുതാൻ കൊടുത്തു, വ്യക്തിഗതമായി എഴുതി, ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് എഴുതി, അവർ വായിച്ചു, നമ്മളത് കേട്ടു. ഇനി നമ്മുടേതായിട്ടുള്ളൊരു സംഭാഷണം നമ്മൾ എഴുതിയിട്ട് കൊടുക്കുന്നു. ഇത് ആദ്യമേ സംഭാഷണം എഴുതിയിട്ട് കൊടുക്കുകയല്ല വേണ്ടത്. കുട്ടി വ്യക്തിഗതമായും ഗ്രൂപ്പ് ചർച്ചയിലൂടെയും ആ സംഭാഷണം എഴുതിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വേർഷൻ അവിടെ എഴുതിയിട്ടു. നമ്മുടെ വേർഷൻ എഴുതുമ്പോൾ അവിടെ വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും. കുട്ടിയിൽ നിന്നും ഏറെ വിഭിന്നമായിട്ടുള്ള ഒരു വേർഷൻ എഴുതി വെക്കരുത് ഒരിക്കലും. കാര്യം സംഭാഷണം കുട്ടി എഴുതുന്നതുമായി ബന്ധപ്പെടുത്തിയ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് ക്ലാസ്സിൽ തന്നെ രൂപപ്പെടുത്തിയാൽ ഏറ്റവും നല്ലത്. മനസ്സിലാവുന്നോ? ടീച്ചേഴ്സ് വേർഷൻ ക്ലാസ്സിൽ അപ്പോൾ രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതാണ്. നേരത്തെ എഴുതിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് കുട്ടി എന്തൊക്കെ എഴുതിയെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ കുട്ടി എഴുതിയ സെൻറ്റൻസ്, ഈ ഗ്രൂപ്പുകാർ എഴുതിയ ആ ചോദ്യം കൊള്ളാമല്ലോ, ആ ചോദ്യം എഴുതാം, അതിന് ഉത്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, എങ്ങനെ ആയിരിക്കും പറയുക
എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഒരു ടീച്ചേഴ്സ് വേർഷൻ തയ്യാറാക്കുന്നു. നമ്മുടെ ഒരു വേർഷനാണ് അവിടെ കൊടുക്കുന്നത്. അത് കുട്ടിക്ക് കാണാതെ പഠിക്കാൻ വേണ്ടിയുള്ളതല്ല, കുട്ടി സ്വയം വിലയിരുത്തി മെച്ചപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ടീച്ചേഴ്സ് വേർഷൻ കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പണ്ട് കാലങ്ങളിൽ എന്താ നമ്മൾ ചെയ്തത്? ഈ ടീച്ചേഴ്സ് വേർഷൻ എല്ലാം കാണാതെ പഠിച്ചു. നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഈ ടീച്ചേഴ്സ് തന്നതല്ലേ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ളൂ. നമ്മുടേതായിട്ടൊന്നും നമ്മൾ എഴുതിയില്ലല്ലോ, എഴുതിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഒരിക്കലും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കരുത് ടീച്ചേഴ്സ് വേർഷൻ കാണാതെ പഠിക്കരുത്. കാണാതെ പഠിക്കാനുള്ളതേ അല്ല, അത് അവന് സ്വയം മെച്ചപ്പെടാനുള്ളതാണ്. അപ്പം അവൻ ചിന്തിക്കും, ഇന്ന ഇന്ന വാക്കുകൾ ഉപയോഗിക്കാമായിരുന്നു, ഇങ്ങനെ ചോദിക്കാമായിരുന്നു എന്നുള്ള ഈ ചിന്ത ഇപ്പോൾ ഗുണം ചെയ്തില്ലെങ്കിലും അടുത്ത സംഭാഷണത്തിൽ അത് ഗുണം ചെയ്യില്ലേ? ഇല്ലേ? നമ്മൾ ഒന്നും ഈ വ്യവഹാര രൂപം കൊടുത്തിട്ട് ഒന്നും അനങ്ങാതെ എടാ നാഗമോഹനും പക്ഷികളുമായിട്ടുള്ള സംഭാഷണം ദാ കിടപ്പുണ്ട്, അവരതുപോലെ പകർത്തി വയ്ക്കും. കുട്ടിയുടെ മനസ്സ് ഈ ചിന്തകളിലേക്ക് ഒന്നും കടന്നു പോകില്ല. അടുത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിലുള്ള സംഭാഷണം, അവിടെയും നമ്മൾ എഴുതി കൊടുക്കണം. തൊട്ടടുത്ത ദിവസം വേറെ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം, അവിടെയും നമ്മൾ എഴുതി കൊടുക്കണം. നമ്മൾ ആദ്യത്തെ 3 സംഭാഷണം ഈ കൃത്യമായ പ്രോസസ്സിലൂടെ നിങ്ങൾ പോയി നോക്കൂ. പിന്നീടുള്ള സംഭാഷണങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സംഭാഷണങ്ങൾ ഉണ്ടാകും. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് തരുന്ന ഉറപ്പാണ്. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ടീച്ചേഴ്സ് വേർഷൻ എപ്പോഴും കുട്ടികളുടെ ഒരു നിലവാരത്തിനനുസരിച്ചുള്ള വേർഷനായിരിക്കണം. കുട്ടിക്ക് തൊടാൻ പറ്റാത്ത അയ്യോ എനിക്കിതൊന്നും എഴുതാൻ പറ്റൂല എന്നൊരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവരുത്. കുട്ടി എഴുതിയ വാക്യങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി എഴുതിയാൽ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ ചിത്രവായന, സംഭാഷണം. ഇനി സംഭാഷണം നമ്മൾ വിലയിരുത്തുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികളെ സംഭാഷണം പറയുന്ന രീതിയാണോ എഴുതുന്നതും പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? നമ്മൾ സംഭാഷണം പറയിക്കുക പിള്ളേരെ കൊണ്ട്, രണ്ടുപേരെ വിളിച്ച് നിർത്തി സംഭാഷണം പറയിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിലൊരു വിലയിരുത്തൽ ഉണ്ടാകുമല്ലോ. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും? കുട്ടിയുടെ സ്ലാങ്, കുട്ടിയുടെ ആ ഒരു അവതരണ രീതിയും അതിൻ്റെ ഒരു സൗണ്ടും അതൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ആക്ഷൻസ്, കുട്ടിയുടെ ആക്ഷൻസ് ശ്രദ്ധിക്കും. പിന്നെ കുട്ടിയുടെ സംസാരത്തിലെ പക്വത എന്ന് പറയുമ്പം ആ കുട്ടി എത്രത്തോളം ആശയം ഗ്രഹിച്ച് സംഭാഷണം ചെയ്യും, അല്ലേ? ഭാവം, കുട്ടിയുടെ മുഖത്തെ ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. വോയിസ് മോഡുലേഷൻ, അല്ലേ? കുട്ടി സംസാരിക്കുന്ന വോയിസ് മോഡുലേഷൻ, ഇതൊക്കെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതായത് നമ്മൾ ഏത് ആശയത്തിൽ ഊന്നിയാണോ സംഭാഷണം എഴുതാൻ പറഞ്ഞത്, ആ ആശയത്തെക്കുറിച്ചാണോ കുട്ടി സംസാരിക്കുന്നത്. സാധാരണ LP സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് സംഭാഷണം എഴുതാൻ പറഞ്ഞാൽ ഉടനെ അവരെഴുതുന്ന 2 സെൻറ്റൻസ് ഉണ്ട്. സുഖമാണോ? സുഖമാണ്. ഏത് സംഭാഷണം കൊടുത്താലും അവരാദ്യം സുഖമാണോ? സുഖമാണ്. കാര്യം 4ഓ 5ഓ വരെയായിരിക്കും ഉള്ളത്. അതിൽ ആദ്യത്തെ 2 വരയിൽ സുഖമാണോ? സുഖമാണ്. അവസാനത്തെ 2 വരയിൽ എന്നാ പോട്ടെ, താങ്ക് യു, അല്ലെങ്കിൽ നന്ദി, അല്ലേ? അപ്പോൾ പിന്നെ ഇടയ്ക്കുള്ള ഒരു കോളേ കാണും അവർക്ക് എഴുതാൻ. ഇതാണ്, അല്ലേ? പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ 5 കോളം കൊടുത്താൽ അതിൽ സുഖമാണ്, ഹായ്. ചിലരിപ്പോൾ പുതിയൊരു ഇതുണ്ട്, ഹായ്. ആദ്യത്തെ വരിയിൽ ഹായ്, രണ്ടാമത്തെ വരിയിൽ ഹായ്, മൂന്നാമത്തെ വരിയിൽ സുഖമാണോ, 4ാമത്തെ വരിയിൽ സുഖമാണ്. ഇങ്ങനെ അങ്ങ് പോകും പിള്ളേർ, അല്ലേ? അപ്പോൾ സംഭാഷണത്തിൽ നമ്മൾ അത് ഒരു സ്ലൈഡുണ്ട് സാറേ. നല്ല തുടക്കം എഴുതുമ്പോൾ വേണ്ടതാണ്. നല്ല തുടക്കമുണ്ടാവണം, നല്ല ഒടുക്കമുണ്ടാകണം. പിന്നെ ആശയ തുടർച്ച വേണം. ഏത് കാര്യത്തെക്കുറിച്ചാണോ സംഭാഷണം എഴുതാൻ പറഞ്ഞത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ കുട്ടി എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുക. പിന്നെ അടുത്തെന്താണ്? വികാരങ്ങളുടെ പങ്കുവയ്ക്കലിന് അനുയോജ്യമായ ഭാഷയാണോ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയാണ് ആ വികാരങ്ങളുടെ പങ്കുവയ്ക്കലിന് അനുയോജ്യമായ ഭാഷ, അതൊരു പ്രധാന ഘടകമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. വരിയകലം, വാക്കകലം. നമ്മൾ സംഭാഷണം പറയിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? വരിയകലം, വാക്കകലം ഒന്നും നമുക്ക് ബാധകമല്ല. എഴുതുമ്പോൾ അനുയോജ്യമായ ചിഹ്നങ്ങൾ, ഇതൊക്കെ സംഭാഷണം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത് പറയുമ്പോഴാണെങ്കിലോ നോക്കൂ. ഉച്ചാരണ വ്യക്തത, ആശയ തുടർച്ച, വികാരങ്ങളുടെ പങ്കുവയ്ക്കലിന് സഹായകമായ ശബ്ദ നിയന്ത്രണം, അനുയോജ്യമായ ഭാഷ.
ഈ ആശയ തുടർച്ചയിൽ വികാരങ്ങളുടെ പങ്കുവെക്കലുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ കുട്ടിക്ക് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ടാകണം. ഇനി സങ്കടകരമായ ഒരു സിറ്റുവേഷനിലെ സംഭാഷണമാണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ ആ പാഠഭാഗം പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ അഭിനയിച്ചായാലും ശരി, പറഞ്ഞായാലും ശരി, ആ ഒരു വികാരത്തിൽ കുട്ടിയെ എത്തിച്ചിട്ട് വേണം സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ. മനസ്സിലായി? നമ്മൾ ആദ്യം ചെന്ന ഉടനെ തന്നെ, പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയോ, ഈ പാഠപുസ്തകം കിട്ടിയപ്പോൾ തന്നെ കുത്തിയിരുന്ന് ഇത് വായിച്ച് തീർത്തിട്ടുണ്ടാവും പലരും. ഇതിലെ പടങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇവർക്ക് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരു കഥയും കാര്യമൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വന്ന് ആ ഒരു വിഷമത്തിലേക്ക്, ഇപ്പം നാഗമോഹൻ പക്ഷി പോവുകയാണ് കൂട്ടുകാരെ വിട്ട്. നമ്മൾ ആ കഥ പറയുമ്പോൾ നമ്മൾ ആ വികാര തീവ്രതയിൽ അവരെ എത്തിച്ചിട്ട് വേണം സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലെ സങ്കടങ്ങൾ, നീ പോയാൽ എനിക്ക് കൂട്ടാരാണ്, എനിക്ക് എന്നോടൊപ്പം കളിക്കാൻ ആരാണ്, നീ പോവണ്ട, നീ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം, ഈ സ്നേഹം എനിക്ക് വേണം എന്നൊക്കെ ചിന്തിക്കാനായിട്ട് കുട്ടി തുടങ്ങും. ഇല്ലേ? അപ്പോൾ വികാരങ്ങളുടെ തീവ്രതയിൽ ഏത് വികാരമാണോ അതിൽ പറഞ്ഞിരിക്കുന്നത്, സ്നേഹമാണെങ്കിൽ സ്നേഹം, സങ്കടമാണെങ്കിൽ സങ്കടം, എന്തിലാണോ അതിലേക്ക് കൊണ്ടുവന്നിട്ട് കുട്ടിയെ രചനയിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വികാരങ്ങളുടെ ഒരു തുടർച്ച കുട്ടി എഴുതുന്നതിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഇനി സംഭാഷണം വിലയിരുത്തുമ്പോൾ കുട്ടിയുടെ ഭാഷയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. കുട്ടിയുടെ ഭാഷയ്ക്ക്, ഡേ അളിയ നീ എവിടെ പോയിരുന്നു, നീ ഇന്നെ ഇത്ര നാളായി കണ്ടില്ലല്ലോ എന്നൊരു കുട്ടി എഴുതുകയാണെങ്കിൽ അത് നമ്മൾ വെട്ടിക്കളയേണ്ട കാര്യമില്ല. കുട്ടിയുടെ സാധാരണ സംഭാഷണ ഭാഷയിലുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അധ്യാപകർ സംഭാഷണം പഠിപ്പിക്കുന്നത് അങ്ങനെ ആരും സംഭാഷണം നടത്താറില്ല, അല്ലേ? നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച്, എടാ നീ എവിടെ പോയി, ഇങ്ങനെയല്ലേ കുട്ടി സംസാരിക്കുക, അങ്ങനെയല്ലേ കുട്ടി സംഭാഷണം ചെയ്യുക. നീ നമ്മൾ സാധാരണ കുട്ടിക്ക് എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണ്, നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ, നീ ഇത്രയും ദിവസം എവിടെ പോയി, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ കുട്ടിക്ക് അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരിടത്തേക്ക് പോകും. വലിയ വലിയ ക്ലാസ്സുകളിലാകുമ്പോൾ അവരുടെ സംസാരവും അവരുടെ സംഭാഷണ രീതിയൊക്കെ അതനുസരിച്ച് മാറിക്കോളും. പക്ഷെ കൊച്ചു കുട്ടികൾ എഴുന്നേ, നീ എവിടെ പോയി, അതിലെല്ലാം ഉണ്ട്, നീ എവിടെ പോയി, ഞാൻ കുറേ കാത്തു, എങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകളിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ. അപ്പം നമ്മളെപ്പോഴും പൂർണ്ണവാക്യങ്ങളായിരിക്കണമെന്ന് ശഠിക്കേണ്ടതില്ല. കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് പറയാം, പക്ഷെ നമ്മളെപ്പോഴും പൂർണ്ണവാക്യങ്ങളായിരിക്കണമെന്ന് ശഠിക്കേണ്ടതില്ല. അപ്പോൾ സംഭാഷണം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത് വേറെ വ്യവഹാര രൂപങ്ങൾ ഏതാണുള്ളത്? കഥാപൂർണമുണ്ട് അല്ലേ? കണിക്കൊന്നയിലുള്ളത് ഏതാണ്? കഥാപൂർണമുണ്ട്. കഥാപൂർണവും ഇതുപോലെ തന്നെ നമ്മൾ കഥ എഴുതുന്നത് ആവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കുട്ടിയെ കൊണ്ടുപോകണം. ഒരു ദിവസം രാവിലെ വന്നിട്ട് കുട്ടിയോട് പറയുകയാണ്, ഒരാനയും മുയലും ഉണ്ടായിരുന്നു, ആനയും മുയലിൻ്റെ കൂടെ ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ കുട്ടിക്ക് അവിടെ തല ബ്ലാങ്ക് ആയിട്ടിരിക്കുവാണ്. എവിടുത്തെ ആന, ഏത് മുയൽ, ഒന്നും ഇല്ല കുട്ടിക്കിനി ഈ ആനയും മുയലുമായിട്ട് വൈകാരികമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഉണ്ടോ? ഒരു ദിവസം സുപ്രഭാതത്തിൽ രാവിലെ വന്ന് നമ്മൾ പറയാണ്, നമ്മൾ ചിലപ്പോൾ പാഠഭാഗത്തിൻ്റെ തുടർച്ചയായിരിക്കാം, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലായിരിക്കാം നമ്മൾ ഓടി ക്ലാസ്സിലേക്ക് വരുന്നത്. ആകെ 40 മിനിറ്റ് സമയം കാണും. ഈ 40 മിനിറ്റിനിടയ്ക്ക് നമുക്ക് അഭിനയിക്കണം, നമ്മളിതെല്ലാം നോക്കണം, എല്ലാം നടക്കില്ല. അപ്പം നമ്മൾ പെട്ടെന്നൊരു കുട്ടിയോട് പറയുന്ന ഈ കഥാരചന പോലുള്ള സംഭവങ്ങൾ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയിൽ നിന്ന് കിട്ടില്ല. കുട്ടി എത്രയും പെട്ടെന്ന് ആ കഥാപാത്രങ്ങളെ കൊന്നുകളയാൻ ശ്രമിക്കും, അല്ലേ? കുട്ടി എത്രയും പെട്ടെന്ന് ആ കഥാപാത്രങ്ങളെ കൊന്നുകളയാന്ന് വെച്ചാൽ എന്താ? എങ്ങനെയാ കഥാപാത്രങ്ങളെ കൊന്നുകളയുന്നത്? കഥ അങ്ങ് ചുരുക്കും, അല്ലേ? കഥയിൽ കഥാപാത്രങ്ങളെ അങ്ങ് കൊന്നുകളയും, പിന്നെ ഇല്ലല്ലോ കഥ. മിക്കവരും പണ്ടൊക്കെ കുട്ടികൾ എഴുതുന്നത് എന്താണ്, അവരൊന്നിച്ചു പോയപ്പോൾ ആരെങ്കിലും ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ സീരിയലൊക്കെ പെട്ടെന്ന്, സീരിയൽ പക്ഷെ പെട്ടെന്ന് നിർത്തത്തില്ല, അല്ലേ? സിനിമയിൽ ഏതെങ്കിലും നടന്മാരോ സീരിയലിൽ ഏതെങ്കിലും നടന്മാരോ ഒക്കെ മരിച്ചു പോയാൽ പെട്ടെന്ന് അവരുടെ കഥാപാത്രത്തെ വഴിക്ക് വെച്ച് എവിടെയെങ്കിലും വെച്ചങ്ങ് കൊല്ലും, അല്ലേ? അതുപോലെ കുട്ടികൾ കഥാപാത്രങ്ങളെ കൊന്നുകളയും.
കുട്ടികൾക്ക് എഴുതാൻ ആശയമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ കഥാപാത്രങ്ങളെ കൊന്നുകളയുന്നത്. അതേസമയം ഈ ആനയും ഉറുമ്പും അവരുടെ ഫ്രണ്ട്സായി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതിലൂടെ എടാ ആ ആന ഇങ്ങനെയായിരുന്നു, ആ ഉറുമ്പ് എൻ്റെയോ ആ ഉറുമ്പിൻ്റെ കാര്യം, ഇങ്ങനൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കഥാപാത്രങ്ങളെ അങ്ങ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഈ ആനയും ഉറുമ്പും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പിന്നെ അവർക്ക് സംസാരിക്കാൻ കാര്യങ്ങളുണ്ട്. കുട്ടിക്ക് ആശയങ്ങൾ ധാരാളമുണ്ട് കുട്ടിയുടെ മനസ്സിൽ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പഠന പ്രവർത്തനവുമായി ലിങ്ക് ചെയ്ത് അവർക്കത് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലാവുന്നോ? വെറുതെ ഒരു ആനയോ മയിലോ മുയലോ ഒക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് യാതൊരു വൈകാരികമായ അടുപ്പവുമില്ല. ഇത് യഥാർത്ഥത്തിൽ മലയാളം മിഷൻ്റെ ഈ പാഠപുസ്തകത്തിൽ കുറെ കൂടി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടില്ലേ? കുട്ടിക്ക് കുട്ടിയുടെ അതായത് ഈ മലയാളം മിഷൻ പാഠപുസ്തകങ്ങൾ കൂടുതലും വിദേശികളായ മക്കൾക്ക്, വിദേശത്ത് വളരുന്ന മക്കൾക്ക് നമ്മുടെ ഭാഷയും സംസ്കാരവും നമ്മുടെ വീട് നാട് ഒക്കെ അറിയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ കുറേയേറെ സന്ദർഭങ്ങൾ കുട്ടിയുടെ അപ്പൂപ്പനുമായിട്ടും അമ്മച്ചിയുമായിട്ടും കുട്ടിയുടെ ബന്ധുക്കളുമായിട്ടും കുട്ടിയുടെ വീട്ടിലെ സാഹചര്യമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാനുണ്ട് ഇല്ലേ? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലേക്ക് നമ്മളെ വൈകാരികമായി കൊണ്ടുപോയിട്ട് വേണം കഥാരചന കൊടുക്കാൻ. ഇനി കഥാരചനയുടെ സ്ട്രക്ചർ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കഥാരചനയിൽ എന്തൊക്കെ വേണം, അതായത് നല്ലൊരു തലക്കെട്ട് വേണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇല്ലേ? കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് കഥയെ എപ്പോഴും ജീവൻ കൊടുക്കുന്നത്. ഇപ്പം കഥാരചനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടിക്ക് തലക്കെട്ട് എഴുതാൻ പറയുന്നു അല്ലേ? തലക്കെട്ട് എപ്പോഴെഴുതാം, എപ്പോൾ എഴുതിക്കണം കുട്ടികളെ കൊണ്ട്? കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തലക്കെട്ട് എഴുതണമെന്ന് വാശി പിടിക്കണ്ട. കുട്ടി കഥ എഴുതിക്കോട്ടെ. കുട്ടി കഥ എഴുതി കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ സംഭവം ഒന്ന് ചുരുക്കി തലക്കെട്ടാക്കിയാലോ എന്ന് കുട്ടിക്ക് തോന്നിയാൽ ഏറ്റവും നല്ലത്. ചില കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ തോന്നൂ ഈ പ്രായത്തിൽ അല്ലേ? മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് തോന്നും. ചില കുട്ടികൾ തലക്കെട്ട് എഴുതണമല്ലോ എന്ന് വിചാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തലക്കെട്ട് എഴുതും. ഇനി നമ്മൾ കഥ എഴുതുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് സംഭാഷണം ഉണ്ടായിരിക്കണം. നിർബന്ധമായും സംഭാഷണങ്ങൾ എഴുതാൻ പറയണം. കാര്യം സാധാരണ കുട്ടികൾ എഴുതുന്ന എല്ലാം എന്താ? രാമു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം രാവിലെ അവൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവൻ കാലാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ടീച്ചർ അവനോട് പറഞ്ഞു, രാമു, കാലാട്ടിയാൽ അമ്മ മരിച്ചു പോകും. അമ്മ, ഞാൻ എപ്പോഴേ കാലാട്ടി തുടങ്ങിയതാണ്, ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടാകുമോ? രാമു ചിന്തിച്ചു. അവൻ വീട്ടിലേക്ക് പോയി. അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റേറ്റ്മെൻ്റാണ്, ഒരേ തരം വാക്യങ്ങൾ ഉണ്ടായിരുന്നു, വന്നു. അത്തരം നമ്മളത് ചെറുതായിട്ടെങ്കിലും ഒന്ന് തിരുത്താൻ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ കുട്ടികൾ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനു പകരം രാമു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നും അവൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നും അതിനിടയ്ക്ക് ഒരു സെൻറ്റൻസ്, 1 മൈൽ ദൂരത്താണ് അവൻ്റെ വീട്, ഇങ്ങനെയൊക്കെ ഉള്ളത് എഴുതുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ തരം വാക്യങ്ങളാണ് കുട്ടി ഉപയോഗിച്ചത്. പക്ഷെ വളരെ നാടകീയമായിട്ട് അല്ലെങ്കിൽ വളരെ സംഭാഷണത്തിലൂടെ നമുക്ക് ഈ കഥ തന്നെ തുടങ്ങാൻ കഴിയും. അപ്പം എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊരു ടീച്ചേഴ്സ് വേർഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? ടീച്ചർ എഴുതി പ്രസൻറ്റ് ചെയ്യുന്നതാണ് ടീച്ചേഴ്സ് വേർഷൻ. അപ്പോൾ കഥാരചനയ്ക്ക് കുട്ടിക്ക് അവസരം കൊടുത്തോളൂ. കുട്ടി കഥകൾ എഴുതട്ടെ. കുട്ടി കഥകൾ എഴുതുന്നതിനിടയിൽ നമ്മൾ ഒരു നിർദ്ദേശവും കൊടുക്കാൻ പോണ്ട. അവരുടെ സർഗാത്മകതയെ അല്ലെ അവരുടെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും പറയണ്ട. അവരെഴുതിക്കോട്ടെ. അവർക്കൊരു സമയം കൊടുക്കുന്നു, എഴുതുന്നു. അതിനുശേഷം ടീച്ചർ കൊടുക്കുന്ന കഥയിൽ നിർബന്ധമായും സംഭാഷണം ഉണ്ടാകണം. രാമു, കാലാട്ടല്ലേ, അമ്മ മരിച്ചു പോകും, ടീച്ചർ പറഞ്ഞു. രാമു പേടിച്ചു പോയി. രാവിലെ കാലാട്ടുകയാണ്, ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചു കാണുമോ, മരിച്ചിട്ടുണ്ടായിരിക്കുമോ? അവനാകെ പേടിയായി. സ്കൂൾ വിട്ടതും അവൻ 1 മൈൽ ദൂരം വേഗത്തിലോടി. അതാ അമ്മ. അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു.
ഇനി ഞാൻ കാലാട്ടില്ല. ഇത് വെറുതെ ഒരു കഥയാണ്, കുട്ടികൾക്ക് സ്ഥിരം കഥാരചനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞു കഥയാണ്. എന്താണ്? സംഭാഷണത്തിൽ തുടങ്ങുമ്പോൾ അതിനൊരു നാടകീയത വരും. ആ കഥയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ രാമു 1ാം ക്ലാസ്സിലെ കുട്ടിയാണെന്നും ടീച്ചറും കുട്ടിയും കൂടെയാണ് ആ സമയത്ത് അവിടെ ഉള്ളതും ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു ദിവസം രാമു ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. 1ാം ക്ലാസ്സിലാണ് രാമു പഠിക്കുന്നത്. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവൻ കാലാട്ടുകയായിരുന്നു. ഇത്തരം 3-4 വാക്യങ്ങളുടെ ആശയം ഒറ്റ വാക്യത്തിൽ വന്നു. രാമു മോനെ കാലാട്ടല്ലേ, ടീച്ചർ പറഞ്ഞു. അപ്പൊ ടീച്ചറും കുട്ടിയും അവിടെ ഉണ്ട് അല്ലേ? എന്നിട്ട് വേണമെങ്കിൽ ഇവന് പ്രാർത്ഥിക്കാം, ഈശ്വരന്മാരെ ഈ 1ാം ക്ലാസ്സുകാരൻ്റെ അപരാധം ക്ഷമിക്കണേ. അവിടെ വളരെ നാടകീയമായിട്ടാണ് കുട്ടി 1ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞത് അല്ലേ? കുട്ടി അങ്ങനെ എഴുതില്ല, ഉറപ്പാണ്. ആദ്യം നമ്മൾ കഥാരചന കൊടുക്കുമ്പോൾ കുട്ടി ഇത്തരത്തിലൊന്നും ചിന്തിക്കില്ല. പക്ഷേ നമ്മൾ ടീച്ചേഴ്സ് വേർഷൻ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, ടീച്ചർ കഥ പറയുമ്പോൾ ഈ രീതിയിൽ കഥ അവതരിപ്പിച്ച് കഴിയുമ്പോൾ പിന്നീട് 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 ഇവരെഴുതുന്ന കഥകളിൽ ഒന്നുമില്ലെങ്കിലും വളരെ ചെറിയ സംഭാഷണങ്ങളെങ്കിലും ഉണ്ടാകും ഇല്ലേ? അപ്പോൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കഥയ്ക്കൊരു തലക്കെട്ട് വേണം, ആശയ തുടർച്ച വേണം. ചില കഥകളൊക്കെ നമ്മൾ എഴുതാൻ കൊടുക്കുന്നത് പകുതി നമ്മൾ എഴുതിയിട്ട് പൂർത്തിയാക്കാനായിരിക്കും കൊടുക്കുക അല്ലേ? അപ്പോൾ അത്തരത്തിൽ ആശയ തുടർച്ച വേണം. കഥാപാത്രങ്ങൾ തമ്മിൽ സംവദിക്കണം, സംഭാഷണം നടത്തണം. നല്ല തുടക്കം വേണം, നല്ല ഒടുക്കം വേണം അല്ലേ? കഥയ്ക്ക് നല്ലൊരു തുടക്കം വേണം, നല്ല ഒരു ഒടുക്കം വേണം. അതൊക്കെ അവരുടെ ഭാവന അനുസരിച്ച്, അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്, അവർ കേട്ട കഥകൾ അനുസരിച്ചൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കഥാരചന ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ടീച്ചേഴ്സ് വേർഷനെ കുറച്ച് ജസ്റ്റ് ഒരു കാര്യം ഒന്ന് വായിപ്പിച്ച് കേൾപ്പിക്കാം. സമയക്കുറവുകൊണ്ട് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ കൊടുത്ത ഒരു ടീച്ചേഴ്സ് വേർഷനാണേ. ജസ്റ്റ് അതൊന്ന് വായിപ്പിക്കാം. ഇതൊരു രചനാ പരിചയക്കുറിപ്പാണേ. രചനാ പരിചയക്കുറിപ്പ്. ഒരു പുസ്തകം കുട്ടി വായിക്കണമെന്ന് ടീച്ചറിന് ആഗ്രഹം. ഒരു പുസ്തകം കുട്ടിയെ കൊണ്ട് വായിപ്പിക്കണം. അതിന് ടീച്ചർ കണ്ടെത്തിയ ഒരു സൂത്രമാണ് ഈ രചനാ പരിചയക്കുറിപ്പ്. കുട്ടിയോട് പുസ്തകം വായിക്കാൻ പറഞ്ഞില്ല ടീച്ചർ, കേട്ടോ? കുട്ടിയോട് ടീച്ചർ പുസ്തകം വായിക്കാൻ പറഞ്ഞില്ല. ആ പുസ്തകം ക്ലാസ്സിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ട് ഇത് നിങ്ങൾ വായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞില്ല. പകരം ഒരു രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ വായിച്ചു. ഇതാ സംഭവം. മധുരമുള്ള ഒരു യാത്ര. അപ്പാണ്യം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പവാണിഭം. വാണിഭം എന്ന് വെച്ചാലോ കച്ചവടം. അപ്പോൾ അപ്പാണ്യം എന്ന് പറഞ്ഞത് അപ്പത്തിൻ്റെ ചന്ത. അത് കേട്ടപ്പോൾ തന്നെ നാവിൽ വെള്ളം വന്നു അല്ലേ? മിഠായി തെരുവെന്നൊരു സ്ഥലമുണ്ട് കോഴിക്കോട്. കോഴിക്കോടൻ ഹൽവ പേര് കേട്ടതാണ്. ഹൽവയടക്കം എല്ലാത്തരം മധുര പലഹാരങ്ങളും വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണ് മിഠായി തെരുവ്. എന്നാൽ അപ്പാണ്യമോ? മിഠായി തെരുവിൽ പോലും കിട്ടാത്ത അപ്പത്തരങ്ങളുടെ കൂമ്പാരമാണവിടെ. പൊന്നാനിയിലാണ് അപ്പങ്ങളുടെ പേര് കേട്ട ഈ ചന്ത. മിഠായി തെരുവിലെ 2 കൂട്ടുകാർ, ചോണനും മണിയനും, അവർ 2 പേരും കൂടി അപ്പാണ്യത്തിന് പോയൊരു കഥയുണ്ട്. വിജയൻ കോരുമ്പത്ത് എഴുതിയ അപ്പാണ്യത്തിന് പോയ പലഹാരക്കൊതിയന്മാർ എന്ന പുസ്തകത്തിൽ. മറ്റെങ്ങും കിട്ടാത്ത അപ്പത്തരങ്ങൾ തേടി 2 ഉറുമ്പുകൾ നടത്തുന്ന യാത്ര. കല്ലായിപ്പുഴ, ബേപ്പൂർ തുറമുഖം, കടലുണ്ടിപ്പുഴയിലെ കണ്ടൽക്കാടുകൾ, അവിടെ വിരുന്നു വരുന്ന പക്ഷികൾ, പൊന്നാനി കടപ്പുറത്തെ മീനുകൾ, അങ്ങനെ അങ്ങനെ കാഴ്ചകൾ കണ്ട് 2 ഉറുമ്പുകൾ നടത്തുന്ന യാത്ര. ചോണനും മണിയനും പലഹാരക്കൊതിയന്മാരാണ്. അവർ നടക്കുകയല്ല, ഓടുകയാണ്. കാരണം അവരെത്തും മുമ്പ് അപ്പാണ്യം തീരരുതല്ലോ. ഓട്ടത്തിനിടയിലാണ് അപ്പാണ്യത്തിൻ്റെ വിശേഷങ്ങൾ വിവരിക്കുന്നത്. 2 പേർക്കും പൊന്നാനിയിലെത്താൻ തിടുക്കമാണ്. അതുകൊണ്ട് വേഗത്തിലാണ് യാത്ര. അപ്പങ്ങളുടെ വിശേഷം കേട്ട് മണിയൻ്റെ വായിലെ വെള്ളം കല്ലായിപ്പുഴയും കടന്ന്
അറബിക്കടലിലേക്ക് ഒഴുകുകയാണ്. അപ്പ വിശേഷം കേട്ടാൽ മണിയൻ്റെ മാത്രമല്ല വായനക്കാരുടെയും വായിൽ വെള്ളമൂറും. അറബിക്കടൽ പോലും നിറഞ്ഞു പോകും. നടത്തത്തിൻ്റെ താളത്തിനൊത്ത് താളത്തിൽ വായിക്കാൻ പാകത്തിനാണ് അപ്പാണ്യ കഥയുടെ അവതരണം. വാക്കുകൾ കേട്ടു നോക്കൂ. ചുക്കപ്പം, വട്ടപ്പം, വെട്ടപ്പം, മരീരപ്പം, ബിസ്ക്കറ്റപ്പം, കാരക്കപ്പം, കുഴിയപ്പം, കുരുവപ്പം, കിണ്ണത്തപ്പം, പിടിയപ്പം. അങ്ങനെ അപ്പങ്ങൾ തന്നെ പലവിധം. അതൊന്നും പറഞ്ഞാൽ തീരൂലെൻ്റെ മണിയാ. വാക്കുകളുടെ ഒഴുക്ക് നോക്കൂ. ഇങ്ങനെ കുറച്ചുകൂടി ഉണ്ട്. എഴുതിയിട്ട് അവസാനം നിർത്തുന്ന എന്താണെന്നറിയോ? ഈ പുസ്തകം ഇവർക്ക് പലഹാര കുതിയന്മാർക്ക് ഇത് കിട്ടിയോ, അവരെവിടെ പോയോ എന്നൊക്കെ ഉള്ള ഒരു സസ്പെൻസിൽ അങ്ങ് നിർത്തുവാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പുസ്തകം വായിക്കണം എന്നും പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്താൽ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കരായ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ആയിരിക്കും അത് മനസ്സുകൊണ്ട് അത് വായിക്കണമെന്ന് ആഗ്രഹിക്കുക, അല്ലേ? നമ്മൾ ഇത്തരത്തിലൊരു രചനാക്കുറിപ്പിലൂടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ടും കുറേ പേര് വന്ന് അത് വായിക്കും. ഇല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? നമ്മൾ ഈ പുസ്തകം വായിക്കണം, നിർബന്ധമായും വായിക്കണം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അതിനുള്ളിൽ എന്താണ് എന്നറിയാൻ ഒരു ചെറിയ കൗതുകം ഉണ്ടാവുമെങ്കിലും അവരാരും തന്നെ, കുഞ്ഞു കുട്ടികളെ കാര്യമാണ് ഞാൻ പറയണത്, 3 4 ഒന്നും കുട്ടികളൊന്നും സ്വാഭാവികമായിട്ട് അവർ കിട്ടുന്ന സമയത്ത് ഓടി കളിക്കാനൊക്കെ നോക്കുള്ളൂ, അവരതിലേക്ക് നോക്കാറില്ല. പക്ഷെ നമ്മൾ ആ കഥയുടെ ഒരു സസ്പെൻസ്, ആ കഥാപാത്രങ്ങളുടെ അവരിലേക്ക് കൊടുത്ത് ആ ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തിയിട്ട് മക്കളെ ഈ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലും ഓടി വന്ന് ഇവർക്ക് ഈ പലഹാരം കിട്ടിയോ എന്നറിയാൻ ഈ പുസ്തകം വായിച്ചു നോക്കും. അങ്ങനെയല്ലേ? അപ്പം ഇതാണ് ടീച്ചേഴ്സ് വേർഷൻ. ടീച്ചേഴ്സ് വേർഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു സംഭാഷണം എഴുതി കഴിഞ്ഞ് നമുക്ക് ടീച്ചേഴ്സ് വേർഷൻ കൊടുക്കാം, കഥ എഴുതി കഴിഞ്ഞ് ടീച്ചേഴ്സ് വേർഷൻ കൊടുക്കാം, കുട്ടിക്ക് ഏത് വ്യവഹാര രൂപം കൊടുത്തു കഴിഞ്ഞും നമുക്കൊരു ടീച്ചേഴ്സ് വേർഷൻ കൊടുക്കാം. ആ ടീച്ചേഴ്സ് വേർഷൻ കുട്ടിയുടെ നിലവാരത്തിലുള്ളതായിരിക്കണം, കുട്ടിക്ക് മനസ്സിലാകുന്നതായിരിക്കണം. എന്നാൽ നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, കുട്ടി എഴുതുന്ന കഥയിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചിലതില്ലേ, ആ ചിലത് നമ്മൾ എഴുതുന്നതിനുണ്ടായിരിക്കണം. വ്യത്യസ്ത തരം വാക്യങ്ങൾ അതിലുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, സംഭാഷണം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം കുട്ടിക്ക് നമ്മൾ എവിടെയാണ് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്? അധ്യാപിക കൊടുക്കുന്ന ടീച്ചേഴ്സ് വേർഷനിലൂടെയാണ്. അപ്പോൾ കുട്ടി മികച്ച മാതൃകകൾ കാണും തോറും കുട്ടിക്ക് മനസ്സിലാകും. അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മളൊരു കഥ എഴുതാൻ കൊടുക്കുമ്പോൾ എന്താ കുട്ടിക്ക് മനസ്സിലാകുക? ടീച്ചർ അന്ന് എഴുതിയ സംഭാഷണത്തിനകത്തല്ലേ, ടീച്ചർ അന്ന് എഴുതി തന്ന കഥയ്ക്കകത്ത് ടീച്ചർ സംഭാഷണങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെയും കുട്ടി സ്വാഭാവികമായിട്ടും ആ കഥാപാത്രങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കും. കുറച്ചുകൂടി കുട്ടി സങ്കല്പത്തിലേക്കും ചിന്തകളിലേക്കും ഒക്കെ പോകും. അപ്പോൾ കുട്ടി കഥാപാത്രങ്ങളെ പെട്ടെന്ന് കൊന്നുകളയുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല, അല്ലേ? കുട്ടിയുടെ മനസ്സിൽ കുറേ ആശയങ്ങളുണ്ട്, അതൊക്കെ അവൻ കഥാപാത്രങ്ങളിലൂടെ എഴുതും, ഇല്ലേ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ? ഭാഷ, വ്യവഹാര രൂപങ്ങളിലെ വൈവിധ്യം. നമ്മൾ സർഗാത്മകമായ വ്യവഹാര രൂപങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. മറ്റ് ചില വ്യവഹാര രൂപങ്ങളുണ്ട്. പോസ്റ്റർ തയ്യാറാക്കൽ, അല്ലേ? എന്താണ്? പ്രചരണപരമായിട്ടുള്ള വ്യവഹാര രൂപങ്ങളുണ്ട്. പ്രചരണപരമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പോസ്റ്റർ തയ്യാറാക്കൽ. പിന്നെ നമ്മൾ ചില ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിവേദനങ്ങൾ, കത്ത്, അല്ലേ? ഒഫീഷ്യലായിട്ടുള്ള ഒരു കത്തൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ സർഗാത്മകതയ്ക്ക് അവിടെ സാധനമുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയക്കണം, സർഗാത്മകത വച്ച് പരാതി എഴുതിയാൽ മുഖ്യമന്ത്രി അത് വായിക്കുമോ? ഇല്ല. അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത്തരം വ്യവഹാര രൂപങ്ങൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വീട്ടിലുള്ള ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ഇന്നാൾ അങ്ങോട്ട് പോയപ്പം ഇങ്ങനെ സംഭവിച്ചു, പിന്നെ തിരിച്ചു വന്നപ്പം ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനൊന്നും അതിനകത്ത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടിക്ക് വിവരിച്ചെഴുതാനും കാച്ചി കുറുക്കി എഴുതാനും നമ്മൾ അവസരങ്ങൾ കൊടുക്കണം. ചില കാര്യങ്ങൾ എഴുതുമ്പോൾ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ഇന്ന കാര്യങ്ങളാണ് അതിൽ വരേണ്ടത്.
നിവേദനം തയ്യാറാക്കുന്നു, പിന്നെ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നു. പോസ്റ്ററിലൊക്കെ വളരെ ചുരുക്കം ചില വാക്കുകൾ കൊണ്ടാണ് ഒരു വലിയ കാര്യം കൺവേ ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു ചെറിയ സ്റ്റാർ പോലെയൊക്കെ വരച്ചിട്ട് ഇപ്പം എന്താണ് മരിയ റാണി കൺവെൻഷൻ സെൻറ്ററിൽ 10 മണിക്ക് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊരു വലിയ ആശയം അവിടെ കൺവേ ചെയ്ത് കഴിഞ്ഞു. അതേസമയം ഒരു കഥ എഴുതാനാണ് ഈ മരിയ റാണി കൺവെൻഷൻ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞാലോ, അവിടെ നമ്മൾ ഈ മരിയ റാണി തുടങ്ങുന്ന സമയം തൊട്ട് ഇവിടെ കാണുന്ന പൂക്കളെയും പുഴുക്കളെയും പുല്ലുകളെയും ഒക്കെ കുറിച്ച് ഇവിടുത്തെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും ഒക്കെ വിശദീകരിക്കേണ്ടി വരും അല്ലേ. എന്താണ് വായനക്കാരന് അതിൻ്റെ ചില രൂപങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഈ വ്യവഹാര രൂപങ്ങളെല്ലാം ഒരുപോലല്ല നമ്മൾ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യേണ്ടത്. ചില വ്യവഹാര രൂപങ്ങൾ കുട്ടികളിൽ പരിചയപ്പെടുത്തുമ്പോൾ കൃത്യമായ നിബന്ധനകൾ, കൃത്യമായ ടൂള് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അച്ചിൽ വാർക്കുക എന്ന് പറയൂലേ, നിവേദനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം, ഇന്ന കാര്യങ്ങൾ ഇവിടെ ആണ് എഴുതേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനെക്കുറിച്ചൊന്നും വിശദമാക്കേണ്ട കാര്യമില്ലല്ലോ. ആ തരത്തിലേക്ക് നമ്മുടെ ഇടപെടൽ കൂടുതൽ ഉണ്ടാകണം. എന്നാൽ സർഗാത്മകമായ ഒരു രചന കുട്ടിക്ക് എഴുതാൻ അവസരം കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഇടപെടൽ ആ രചന തുടങ്ങുന്നത് വരേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെ സ്ഥാനമില്ല. അവിടെ കുട്ടിയാണ് സർഗാത്മകമായി ആ രചനയെ എത്തിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ വ്യവഹാര രൂപങ്ങളിൽ തന്നെ സർഗാത്മകമായിട്ടുള്ളതുണ്ട്, പ്രചരണപരമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വ്യവഹാര രൂപങ്ങളുടെ കൂട്ടത്തിൽ തന്നെ SMS വരുന്നുണ്ട്. നമ്മൾ ഇല്ലേ ഫോൺ സംഭാഷണങ്ങൾ, ഈ മലയാള മിഷൻ്റെ പുസ്തകത്തിലൊക്കെ കൂടുതലും ഫോൺ സംഭാഷണങ്ങളുണ്ട്. ആ പൊന്നോണം എന്നുള്ള പുസ്തകത്തിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമകനുമായിട്ടുള്ള ഫോൺ സംഭാഷണമുണ്ട്. ഫോൺ സംഭാഷണമൊക്കെ കുട്ടിയെ കൊണ്ട് പറയിക്കുമ്പോൾ അവരവരുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിളിക്കുന്നു എന്നുള്ള തലത്തിലായിരിക്കണം അത് പറയിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ വാക്യങ്ങൾക്കൊരു നമ്മൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യം പറയുമ്പോൾ വാക്കുകളൊന്നും വളരെ പൊളൈറ്റായിട്ട് പത്രവാർത്ത എഴുതുന്ന പോലെ അല്ലല്ലോ എഴുതുന്നത്. അതുകൊണ്ട് അവർ അഭിനയിക്കുമ്പോഴും നമ്മൾ അത്രയും നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്താൽ മതി, ബാക്കി അവരുടെ ഇഷ്ടത്തിന് വിടണം. മോനെ ഇങ്ങനെയല്ലേ പറയേണ്ടത്, ഇങ്ങനെയല്ലേ ചോദിക്കേണ്ടത് എന്ന് ഇടയ്ക്ക് പറഞ്ഞു കഴിയുമ്പോൾ തീർത്തും അതൊരു യാന്ത്രികമായ പ്രവർത്തനമായി മാറും. കുട്ടിക്ക് അവിടെ ചിന്ത കൊണ്ടോ കുട്ടിയുടെ മനസ്സുകൊണ്ടോ ആ പ്രവർത്തനത്തിൽ കുട്ടിക്ക് ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മലയാള മിഷൻ്റെ ഈ പുസ്തകത്തിനകത്ത് കുറേയേറെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാക്യങ്ങൾ എഴുതാനും അക്ഷരങ്ങൾ എഴുതാനും ആ അക്ഷരങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് പുനർസാധ്യത കൊടുത്തിട്ട് കുറേയേറെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യിക്കാമെന്നുള്ളതാണ്. ഒരിക്കലും സർഗാത്മകമായ അല്ലെങ്കിൽ ഒരു വ്യവഹാര രൂപം പഠിപ്പിക്കുന്നതിനിടയിൽ ഈ വാക്കുകൾക്ക് സ്ട്രെസ് കൊടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങരുത്. ഇപ്പം പുസ്തകത്തിൽ തന്നെ കണ്ടതാണ്, വണ്ടി എന്നൊരു പദം പഠിപ്പിക്കുന്നു എന്നിരിക്കട്ടെ, വണ്ടികളെക്കുറിച്ച് പറയാൻ പറഞ്ഞു അല്ലെ വണ്ടിയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. അതിനിടയ്ക്ക് വെച്ചിട്ട് ഇതാണ് ഇണ്ട എന്നുള്ള അക്ഷരം, ഇതിങ്ങനെയാണ് എഴുതേണ്ടത്, എന്നാൽ പിന്നെ ഇണ്ട വെച്ചൊരു 5-6 വാക്ക് പറയൂ. അപ്പോൾ അവനെ ഈ വണ്ടിയിൽ നിന്നൊക്കെ പോയി വേറെ ഏതെങ്കിലുമൊക്കെ 5-6 വാക്കുകളിലങ്ങേ ആവും. പിന്നെ വീണ്ടും ഇവനെ വണ്ടിയിലോട്ട് കൊണ്ടുവരണം. അത് വളരെ കുട്ടികളുടെ ഒരു രീതി അനുസരിച്ച് അത് ഭയങ്കര, അവരുടെ കുഞ്ഞുങ്ങൾ ആ ഒരു രീതിയിൽ അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് അവരുടെ ചിന്തയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും മറ്റു പ്രവർത്തനങ്ങൾ കൊടുക്കരുത്. ആ കുട്ടി സർഗാത്മകമായി ആ പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിലോ ഒരു ഇവാലുവേഷൻ ടൂൾ എന്നുള്ള രീതിയിലോ ഒക്കെ അക്ഷരങ്ങളും വാക്കുകളും എല്ലാം കൊടുക്കണം. എല്ലാം ക്ലാസ്സുകളിൽ കൊടുക്കാം. ഈ പാഠപുസ്തകത്തിലുള്ള എല്ലാ വർക്കുകളും അവർക്ക് കൊടുക്കേണ്ടത് തന്നെ. പക്ഷെ ഒരിക്കലും അവൻ്റെ ഈ വ്യവഹാര രൂപങ്ങൾക്ക് തടസ്സം വരുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വാക്കുകളിലേക്കോ അക്ഷരങ്ങളിലേക്കോ പോകരുത്. നമ്മുടെ ഇപ്പോഴത്തെ പാഠ്യപദ്ധതി അനുസരിച്ച് ആശയത്തിൽ നിന്ന് വാക്യത്തിലേക്ക്, വാക്യങ്ങളിൽ നിന്ന് പദങ്ങളിലേക്ക്, പദങ്ങളിൽ നിന്ന് അക്ഷരങ്ങളിലേക്ക്. അതായത് ഉണ്ണിയപ്പം തിന്നിട്ട് ആണ് ഉണ്ണിയപ്പത്തിൽ എന്തൊക്കെയുണ്ടെന്ന് അന്വേഷിക്കുന്നത്. മനസ്സിലാകുന്നു? ഉണ്ണിയപ്പം തിന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു രുചിയും സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു രുചിയും മണവും എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിലെന്തൊക്കെയുണ്ട് എന്ന് കണ്ടുപിടിക്കാം. ഉണ്ണിയപ്പം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ണിയപ്പത്തിൽ അരി ചേർക്കും, പഞ്ചസാര ചേർക്കും, അല്ലെ മധുരം ചേർക്കും, ഇന്ന സാധനങ്ങളൊക്കെ ചേർക്കും, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടല്ല നമ്മൾ
മനസ്സിലായിരുന്നില്ലേ? നേരെ തിരിച്ചാണ്. ആശയങ്ങളാണ് ആദ്യം കൊടുക്കുന്നത്, വലിയ അനുഭവങ്ങളാണ് കൊടുക്കുന്നത്. ആ അനുഭവ തലത്തിൽ നിന്നാണ് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടുകളിലേക്ക് പോകുന്നത്, വാക്യങ്ങളിലേക്ക്, പദങ്ങളിലേക്ക്, വാക്കുകളിലേക്ക്, അക്ഷരങ്ങളിലേക്ക്. പിന്നീടാണ് ആ അക്ഷരം വെച്ച് പിന്നീട് കുട്ടി പഠിച്ചു കഴിയുമ്പോൾ തിരിച്ചൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകളിലേക്കും, വാക്കുകളിൽ നിന്ന് ആശയങ്ങളിലേക്കും കുട്ടിക്ക് എത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യം ആശയങ്ങളിൽ നിന്ന് തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ ചിത്രവായന പറഞ്ഞപ്പോൾ ചിത്രത്തിൽ എന്തെല്ലാം എന്നുള്ളതല്ല, ചിത്രം പ്രതിനിധാനം ചെയ്യുന്ന ആശയം എന്താണ് എന്നാണ് ചോദിക്കേണ്ടത്. അതിനുശേഷം ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ചിത്രത്തിൽ എന്തെല്ലാം എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സ് ചിത്രത്തിൽ എന്തെല്ലാം എന്ന് പെറുക്കി എടുക്കുന്നതിനപ്പുറം അതിനെ സമഗ്രമായി കാണാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കുട്ടി പറയും ആനയുണ്ട്, ആടുണ്ട്, അല്ലെ മുയലുണ്ട്, മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, പുഴുക്കളുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിക്കഴിയുമ്പോൾ കുട്ടി പറയും അത് മനോഹരമായൊരു കാടാണ്, മനോഹരമായൊരു കാട്, മൃഗങ്ങളും പക്ഷികളും മരങ്ങളും പുൽത്തകിടികളും ഒക്കെയുള്ള ഒരു കാട്, അല്ലേ? ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ എത്താൻ കഴിയും. ഓക്കെ, അല്ല ഇത് ചിത്രത്തിൽ എന്തെല്ലാം എന്നൊരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ആ ചോദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ സാധാരണ പാഠപുസ്തകത്തിലെ ഒരു ചിത്രം കാണുമ്പോൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ചിത്രത്തിൽ എന്തെല്ലാം. ആ ചിത്രം വരയ്ക്കുന്ന ചിത്രകാരൻ്റെ മനസ്സിൽ അവിടെ ഒരു ആശയമുണ്ട്. എപ്പോഴും പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിത്രകാരനെ കൂടി അടുത്തിരുത്തിയാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഈ ഞാൻ ആ പാഠപുസ്തക രചനയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ പാഠം എഴുതുന്നതിനോടൊപ്പം ചിത്രകാരനെയും ഇരിക്കും. നമ്മൾ എന്താണ് ആ പാഠത്തിലൂടെ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ചിത്രങ്ങളാണ് ചിത്രകാരൻ വരച്ചു വയ്ക്കുന്നത്. അപ്പം അതിലൊരു ഭാവമുണ്ട്, അതിലൊരു വലിയ ആശയമുണ്ട്. ആ ആശയ തലത്തിലേക്ക് നമ്മൾ എപ്പോഴും പോകണം. മനോഹരമായ പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ നമ്മൾ പലപ്പോഴും ഒറ്റ മറിയിലങ്ങ് മറിച്ചങ്ങ് പോവാണ്. പലപ്പോഴും സമയമില്ലാത്തതാകാം കാരണം. എന്നാലും കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ചിത്രവായനയ്ക്കും കൊച്ചുകുട്ടികളായതുകൊണ്ടാണ്. കൊച്ചുകുട്ടികൾ അവരുടെ വികാരങ്ങൾ ആ ചിത്രത്തിൽ നിന്ന് അതിൻ്റെ വികാരങ്ങൾ, അമ്മയുടെ സ്നേഹം, ഒരമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന പടം, അവിടെ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ അമ്മയും കുഞ്ഞും ചോറും മാത്രമായി ചുരുങ്ങിപ്പോയി. അവിടെ അമ്മയുടെ അഗാധമായ സ്നേഹമുണ്ട്. അമ്മയുടെ സ്നേഹമാണ് ആ കുഞ്ഞിന് ചോറ് വാരി കൊടുക്കുന്നതിൽ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതൊരു അമ്മയുടെ സ്നേഹം പ്രതിനിധീകരിക്കുന്ന ചിത്രമാണ് എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയണം. ഓക്കെ അല്ലേ? പിന്നെ ഒരു വലിയ മേഖലയുണ്ട് നമ്മൾ തൊട്ടിട്ടേ ഇല്ല, നിരന്തര വിലയിരുത്തൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു മേഖലയാണ്. അതായത് ഓരോ വ്യവഹാര രൂപവും വിലയിരുത്തേണ്ടത് ഓരോ രീതിയിലാണ്. വിലയിരുത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സൂചകങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം തന്നെ ഇരിക്കട്ടെ. ഉണ്ണിയപ്പം കഴിച്ചു നോക്കുകയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു രുചി എന്തായിരിക്കണമെന്ന്, ഉണ്ണിയപ്പം എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊരു ധാരണയുണ്ട്, ഇല്ലേ? അതുപോലെയാണ് ഓരോ വ്യവഹാര രൂപവും. ഇപ്പോൾ ഒരു കുട്ടി സംഭാഷണം എഴുതി കഴിഞ്ഞാൽ ആ സംഭാഷണം ഏത് സാഹചര്യത്തിലാണ് നമ്മൾ കൊടുത്തത്, ആ വികാരങ്ങളുടെ ഒരു തുടർച്ചയുണ്ടോ എന്ന് കുട്ടി എഴുതിയ സംഭാഷണത്തിന് നമ്മൾ വിലയിരുത്തും, അല്ലേ? അപ്പം നമ്മുടെ മനസ്സിൽ ചില സൂചകങ്ങളുണ്ട്. ഈ സൂചകങ്ങൾ എന്താണ് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് എത്ര സോഫ്റ്റ്നെസ് വേണം, ഉണ്ണിയപ്പത്തിൻ്റെ രുചി എങ്ങനെ ഇരിക്കണം, ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എത്ര മധുരം വേണം, അല്ലേ? ഈ തരത്തിലൊക്കെ നമുക്കൊരു ചിന്തയുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുന്നത്. ഇതിൽ വിരുദ്ധമായിട്ടുള്ള ഒന്നാണെങ്കിൽ നമ്മൾ എന്തോ പറയും, ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് ശരിയായിട്ടില്ല. അപ്പം നമ്മൾ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയും, ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആകണമായിരുന്നു, കുറച്ചുകൂടി പഴമോ എന്തെങ്കിലും ചേർത്തിരുന്നേ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ്. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പറയുന്നതാണ്, ഉണ്ണിയപ്പം സോഫ്റ്റ് ആയേനെ. അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായേനെ. ഇങ്ങനെ നമ്മൾ പറയും. ഇത് തന്നെയാണ് വ്യവഹാര രൂപങ്ങളുടെ ഒരു വിലയിരുത്തലും. എന്താണ് അവിടെ വേണ്ടത് എന്ന് നമുക്കറിയാം. കഥയാണ് നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ കഥയിൽ എന്തൊക്കെ ഉണ്ടാകണമെന്നുള്ള ഇത് നമ്മുടെ മനസ്സിലുണ്ട്. ഒരു നല്ല തലക്കെട്ട് വേണം. ഈ തലക്കെട്ടും
ഈ കഥയുമായിട്ടൊരു ബന്ധം വേണം. ചിലപ്പോൾ ചില കുട്ടികൾ എഴുതുന്ന തലക്കെട്ട് മനോഹരമായിരിക്കും, പക്ഷേ ഈ കഥയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കണമെന്നില്ല. തലക്കെട്ടും കഥയുമായി ബന്ധം വേണം. കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ അവരത് കഥയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കഥാതന്തുവിനെ വികസിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. നല്ല തുടക്കം വേണം, നല്ല ഒടുക്കം വേണം, കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വേണം. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് സൂചകങ്ങൾ. പരീക്ഷയ്ക്ക് നമുക്ക് സൂചകങ്ങൾ വേറെ തരും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയല്ലേ? ഉത്തര സൂചികയില്ലേ? പക്ഷെ നിരന്തര വിലയിരുത്തലിൻ്റെ സമയത്ത് നമുക്ക് ഈ സൂചകങ്ങൾ ആരും തരില്ല. അത് ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ ഒരു കുട്ടി എഴുതിയ സംഭാഷണം വായിക്കുമ്പം ഇവൻ്റെ ഭാഷയൊക്കെ കൊള്ളാം, പക്ഷെ ഇവൻ ഈ വികാരങ്ങളുടെ തുടർച്ച, ആ ആശയത്തിൻ്റെ തുടർച്ചയല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മുടെ മനസ്സിലുണ്ടായി, പ്രശാന്ത് എഴുതിയിരിക്കുന്നതിൽ അവൻ ഈ ആശയം ഞാൻ പറഞ്ഞത് അത്ര പിടികിട്ടിയിട്ടില്ല, അവൻ ആ സംഭാഷണത്തിൻ്റെ തുടർച്ച എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ആ വിലയിരുത്തൽ നമ്മുടെ മനസ്സിൽ നടക്കുന്നു. ഇതാണ് നിരന്തര വിലയിരുത്തൽ. ഈ നിരന്തര വിലയിരുത്തലിന് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ അടുത്ത പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്. അത് നമ്മളൊന്ന് കുറിച്ചു വയ്ക്കുകയും പിന്നീട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യാം? അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുട്ടിക്ക് എവിടെയാണ് എന്താണ് കുഴപ്പമെന്ന് കുട്ടിയെ വിളിച്ചു നിർത്തി നീ എഴുതിയത് ശരിയല്ല എന്ന് പറയുന്ന ആ പഴയ രീതി എന്നോ മാറി. അങ്ങനെ ഒരു രീതിയേ ഇല്ല. കുട്ടിയുടെ വ്യക്തി വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് നമ്മുടെ ടീച്ചിങ് മാനുവലിൽ അല്ലെങ്കിൽ നമ്മുടെ കുറിപ്പുകളിൽ, നിങ്ങൾ ടീച്ചിങ് മാനുവൽ എഴുതണോ? നിങ്ങൾക്ക് വേണം. അപ്പം നിങ്ങളുടെ ടീച്ചിങ് മാനുവലിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചില കുട്ടികൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചിങ് മാനുവലിൻ്റെ സൈഡിലൊക്കെ കുറിച്ച് വെച്ചിട്ട് അവനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം അടുത്ത ഘട്ടത്തിൽ കൊടുക്കാൻ പറ്റും. ഇതാണ് നിരന്തര വിലയിരുത്തൽ. ഇനി അവസാനം ഒരു ടേംലി ഇവാലുവേഷൻ ഉണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സൂചകങ്ങൾ തരും, അതനുസരിച്ച് നിങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വിവിധ തീമുകളിലാണ് അല്ലേ? ആദ്യത്തെ പാഠം ഒരു തീം കാണും. ഈ തീം പഠിപ്പിക്കലല്ല ഭാഷാ പുസ്തകങ്ങളുടെ ഉദ്ദേശം. ഈ തീം കൊടുത്തിരിക്കുന്ന എന്തിനാണ്? തീം പഠിപ്പിക്കണം. തീം സ്വാഭാവികമായിട്ടും ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് എത്തും. പക്ഷേ ഈ തീമുകളിലേക്ക് ആഴമായി ഇറങ്ങിപ്പോകല്ല, ഭാഷ പഠിപ്പിക്കലാണ് ഉദ്ദേശം. ഈ തീം കൊടുത്തിരിക്കുന്നത് വൈവിധ്യത്തിന് വേണ്ടിയിട്ടാണ്. ഭാഷയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ വൈവിധ്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് വിവിധ തീമുകളിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വ്യവഹാര രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു. പഠന നേട്ടങ്ങൾ എന്താണ്? ഓരോ യൂണിറ്റിലും പഠന നേട്ടങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലേ നിങ്ങളുടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ? പഠന നേട്ടങ്ങൾ എന്താണ്? പഠന നേട്ടങ്ങളെന്നോ ലക്ഷ്യങ്ങളെന്നോ, ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് സിലബസിലൊക്കെ അത് പഠന ലക്ഷ്യങ്ങളെന്നാണ് പറയുന്നത്. എന്താണ് പഠന ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ? ആ പാഠഭാഗം പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിക്ക് നിർബന്ധമായും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല, പാഠപുസ്തകം ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ കുട്ടിയുടെയും നിലവാരവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചാണ് അവർ ആ പഠന ലക്ഷ്യങ്ങൾ എഴുതുന്നത്. അപ്പം ഈ പഠന ലക്ഷ്യങ്ങൾ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതായത് കുട്ടിക്ക് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ആ കുട്ടി കരയാതിരിക്കാൻ, അല്ലെ കുട്ടിക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മധുരമൊക്കെ കൊടുക്കും അല്ലേ? കുറച്ച് മധുരമോ തേനോ മിഠായിയോ ഒക്കെ കൊടുത്ത് മരുന്ന് കൊടുക്കും. നമ്മുടെ ഉദ്ദേശം എന്താണ്? മരുന്നുള്ളി ചെല്ലണം, കുട്ടിക്ക് രോഗം മാറണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇത് തന്നെയാണ് പാഠപുസ്തകത്തിലൂടെ. ഈ പഠന നേട്ടങ്ങൾ കുട്ടിയിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നാം സ്വീകരിക്കുന്ന മധുരമാണ് പഠന പ്രവർത്തനങ്ങൾ. ഈ പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കുട്ടിക്ക് അതെന്താണ് പഠന പ്രവർത്തനങ്ങൾ അത്രയും മധുരതരമായിരിക്കണം. അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു വലിയ വെറുപ്പായി മാറും ഭാഷയോട്. അപ്പം മാഷുമല്ല ഒരു ചോക്കു കഷണവും ബോർഡുമല്ല, മണിയടിക്കുമ്പോൾ ഒടുങ്ങുന്നതല്ല, ക്ലാസ് മുറിയിൽ തളച്ചിട്ട വാക്കുമല്ല, പഠനം മനപ്പാഠമല്ല, വിദ്യാലയ പടിവാതിൽ വിട്ടാലൊടുങ്ങുന്നതല്ല, ഒന്നാമതെത്തുവാനുള്ളതല്ല, ഒന്നിച്ചു നിൽക്കുവാനുള്ളതത്രേ. എത്ര നാം ഇതുവരെ പഠിച്ചു, പഠിച്ചതിൽ എത്ര നാം വീണ്ടും വിതച്ചു, വിതച്ചതിൽ എത്ര മുള പൊട്ടി, അതിലെത്ര വിള കൊയ്തു,
എത്ര ശൂന്യം നമ്മളിന്നും. പഠനമെന്നാൽ എൻ്റെ ജീവിതം തന്നെ, ഗുണമെന്നാൽ എൻ്റെ മോഹങ്ങൾ തന്നെ, ഹരണമെന്നാൽ എൻ്റെ സ്വപ്നങ്ങൾ തന്നെ. തരികനിക്കെൻ്റെ ആകാശം, എഴുതുമ്പോൾ നട്ടെല്ലെഴുന്നേറ്റു നിൽക്കണം, പറയുമ്പോൾ ഉള്ളം പതറാതിരിക്കണം. അതിനാണു പഠനം, അതിനാണു പഠനം, മതിവരാതെന്നും പഠിക്കാം.